ആ പ്രതിദിനം അത് നല്ല രസമാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ റിഫ്ലക്ഷൻസ് ഓഫ് എ ലൈഫ്, ജീവിതത്തിൽ എയിലൂടെയുള്ള എന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പ്രതിഫലനങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ജീവിതത്തിന്റെ പ്രതിഫലനങ്ങൾ, അത് ഈ എയുടെ ആശയങ്ങള് മനസ്സുകളിൽ തട്ടിയിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രോഗശമനത്തിന് വേണ്ടിയുള്ള 1 മുതൽ 12 വരെയുള്ള പടികളുടെ ആശയങ്ങൾ, 1 മുതൽ 12 വരെയുള്ള പടികൾ, ഈ കൂട്ടായ്മ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള പാരമ്പര്യങ്ങളുടെ 1 മുതൽ 12 വരെയുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ മുന്നേറ്റത്തിന് അതിന് ഉതകുന്ന തരത്തിലുള്ള പഴമക്കാരുടെ ജീവിതാനുഭവങ്ങളും ഉൾക്കാഴ്ചയും രേഖപ്പെടുത്തിയ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കോൺഫറൻസ് അംഗീകരിച്ച ആശയങ്ങളുടെ അതിന്റെ എല്ലാം അതൊക്കെ ഓരോ അംഗങ്ങളുടെ മനസ്സുകളിൽ തട്ടിയിട്ട്, മനസ്സുകളിൽ അവർ സ്വീകരിച്ചിട്ട് അതിനെ അവരുടെ അനുഭവങ്ങളുമായി കൂട്ടിച്ചേർത്തിട്ട് അവരെ പ്രതിഫലിപ്പിക്കുകയാണ്. ആ അംഗങ്ങള് അത്തരത്തിൽ അവരുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ ആ പ്രതിഫലനങ്ങളെ, അത്തരത്തിലുള്ള പ്രതിഫലനങ്ങളെ കൂട്ടിപ്പിടിച്ച് ഒരു പുസ്തകമാക്കി മാറ്റി. അതാണ് പ്രതിദിന മനനങ്ങൾ. അപ്പോ ആ ഒരു കളക്ഷൻസ്, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ തത്വങ്ങള് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അംഗങ്ങള് അവര് അതിനെ തിരിച്ച് പ്രതിഫലിപ്പിച്ചു. തിരിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുള്ള എന്താണ് പറയേണ്ടത്, വലിയ കാഴ്ച, ആ വെളിച്ചം കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പുസ്തകത്തിന്റെ രൂപത്തിലാക്കി. അതിന് ഡെയിലി റിഫ്ലക്ഷൻസ് എന്നുള്ള ഒരു പേരിട്ട്, പ്രതിദിന മനനം എന്നുള്ള ഒരു പേരിട്ട് നമ്മള് ആ പുസ്തകം ഉണ്ടാക്കി. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു. ഞാനൊരു ലോ ബോട്ടം കേസാണ്. ഞാൻ എൻ്റെ ജീവിതം മദ്യത്തിന് അടിമപ്പെട്ടു പോവുകയും വളരെ മോശമായ രീതിയിൽ ജീവിതം തകരുകയും ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ തെരുവുകളിൽ ആയി പോവുകയും ചെയ്ത ഒരു മനുഷ്യൻ. തെരുവുകളിൽ ഉറങ്ങുകയും പോലീസ് സ്റ്റേഷനിലാവുകയും തെരുവുകളിൽ ഭിക്ഷ യോജിക്കുകയും ഒക്കെ ചെയ്ത തരത്തിൽ മദ്യം എന്നെ തകർത്ത് തരിപ്പണമാക്കിയ മനുഷ്യൻ. അപ്പോൾ അത്തരത്തിലുള്ള എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ ഞാൻ ചെല്ലുകയും എൻ്റെ സുബോധ ജീവിതത്തിന്റെ യാത്ര ഞാൻ ആരംഭിക്കുകയും ചെയ്തു. ആ യാത്ര ആരംഭിച്ചപ്പോൾ എൻ്റെ തന്നെ അനുഭവങ്ങൾ ഞാൻ ആ മീറ്റിങ്ങുകളിൽ പറഞ്ഞു. ആ മീറ്റിങ്ങുകളിൽ ചില വ്യക്തികൾ, ചില അംഗങ്ങള്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് വായനയൊന്നും അറിഞ്ഞുകൂടാത്ത, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലാത്ത എന്നെ പോലെ ഒരു നവാഗതന് ആ വ്യക്തികൾ, ആൽക്കഹോളിക്സ് അനോണിമസിൽ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള അറിവുള്ള അംഗങ്ങള് അവര് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ആർത്തിയോടെ കേട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോ ആ അവസ്ഥ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് പിന്നീട് അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകങ്ങളിലോട്ടൊക്കെ ആ താല്പര്യം വരികയും അങ്ങനെ സാഹിത്യത്തിലോട്ട് വരികയും ഒക്കെ ചെയ്തു. എന്റെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളെയും പാരമ്പര്യങ്ങളെയും കുറിച്ചുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ നടത്തുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. എനിക്ക് ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പഠിക്കണം, അറിയണം, എനിക്ക് ഇനി മദ്യത്തിന്റെ പടുകുഴിയിലോട്ട് പോകാൻ വയ്യ, സൗജന്യമായിട്ട് ഒന്നും കിട്ടില്ല, ഞാൻ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു, കുടിക്കുമ്പോൾ കാണിക്കുന്ന ആവേശത്തിന്റെ 1000-1 ആവേശം കാണിച്ചാൽ മതി, കുടിക്കാതിരിക്കാം എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ എന്നെ പഠിപ്പിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഗ്രൂപ്പിൽ ചെന്നപ്പോ എനിക്കൊരു സ്പോൺസറെ ജീവിതത്തിൽ സെക്കൻഡ് ടൈം എനിക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു. ആ സ്പോൺസർ ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ബന്ധത്തിൽ വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ സ്പോൺസറായിട്ട് സ്വീകരിച്ചു. അപ്പൊ ആ സ്പോൺസറും ഞാനുമായിട്ടുള്ള എന്റെ പ്രവർത്തനത്തില്
അയാൾ ഒരു ലോങ് ടൈമർ ആയിരുന്നു. അയാൾ വർഷങ്ങളായിട്ട് കുടിക്കാതിരിക്കുന്ന മനുഷ്യൻ ദൈവം സഹായിച്ച് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ഈ വർഷം 2022 കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ 50 വർഷം സുബോധ ജീവിതത്തിൽ പൂർത്തിയാക്കും. അയാൾ ഒരു വിദേശിയാണ്. എന്തായാലും ദൈവം എനിക്ക് വേണ്ടി എത്തിച്ചേർന്ന ഒരു നല്ല മനുഷ്യൻ. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയും വലുതായിട്ട് പിടിയില്ല, ഞങ്ങൾ തമ്മിൽ ദീർഘമായ സംഭാഷണങ്ങളില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അല്ലാത്ത മലയാളം അല്ലാത്ത എന്തോ ഒരു സങ്കര ഭാഷ പച്ച വെള്ളം പോലെ അയാൾക്ക് മനസ്സിലാവും. അയാൾ പറയുന്ന കടുകട്ടി ഇംഗ്ലീഷ് പച്ച വെള്ളം പോലെ മലയാളം പോലെ എനിക്ക് മനസ്സിലാവും. ഇത് ഹൃദയബന്ധമാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എന്റെ സ്പോൺസറായിട്ട് മാറി. അപ്പൊ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് കോവളത്ത് പിന്നെ അവിടുത്തെ പഴമക്കാര് അവര് ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ, ഈ ലോകമെമ്പാടുമുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരൊരു അന്താരാഷ്ട്ര കൺവെൻഷൻ വെച്ചു. അപ്പൊ ആ കൺവെൻഷനിൽ വെള്ളം കോരാനും വിറക് വെട്ടാനും ഒക്കെ അതിൽ എന്നെ കൂടെ ഒരു കമ്മിറ്റിയിലൊക്കെ ചേർത്തു. ആൽക്കഹോളിക്സ് അനോണിമസിൽ വെള്ളം കോരികളും വിറക് കെട്ടികളും ഇല്ല. അത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉള്ള സാധാരണ ഉള്ള ഒരു ലോക്കൽ ലാംഗ്വേജ് ആണ്. പക്ഷെ പിന്നെ എന്നെ കൂടെ അതിലൊരു പങ്കാളിയായിട്ട് ചേർത്തു. ഞാൻ സേവകനായിട്ട് അതിന്റെ കൂടെ കൂടി. അതിന്റെ ഭാഗമായിട്ട് നോക്കണേ, എപ്പോഴും പഴമക്കാരുടെ കൂടെ നിന്നാൽ ജീവിതത്തിൽ ഗുണമേ വരുവുള്ളെന്ന് എന്നെ പഠിപ്പിച്ച പഴമക്കാരായാലും പുതുമക്കാരായാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നിന്നാൽ ജീവിതത്തിൽ ഗുണമേ വരുവുള്ളൂ. ആകപ്പാടെ ഞാൻ അതിന് വേണ്ടത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആ കൺവെൻഷൻ കമ്മിറ്റിയുടെ കൂടെ ഞാൻ ചേർന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ലോകമെമ്പാടും നിന്നും വന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് വർഷം കുടിക്കാതിരിക്കുന്ന ആൾക്കാരും നവാഗതരും ഒക്കെ അടങ്ങിയ ആൾക്കാരുടെ കൂടെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോ ആ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൺവെൻഷനുകളിൽ പങ്കെടുത്ത സുദീർഘമായിട്ട് ലോങ് ടൈം സോബ്രൈറ്റി ഉള്ള വളരെ നീണ്ട കാലം സുബോധാവസ്ഥയിൽ ജീവിക്കുന്ന അംഗങ്ങളുടെ ജീവിത ശൈലി എനിക്ക് അടുത്തു നിന്ന് കാണാൻ പറ്റി. ഞാന് വലിയ കിഴങ്ങനൊന്നും ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ വളരെ കൗശലക്കാരനായ ഒരു കുടിയനാണ്. എനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ ആ കുടിക്കാൻ വേണ്ടി പണം എങ്ങനെ കണ്ടുപിടിക്കണമെന്നൊക്കെ എനിക്കറിയാം. കള്ളം പറയും, മോഷ്ടിക്കും, എന്റെ കാര്യങ്ങൾക്കനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യും. അപ്പൊ കുടി നിർത്തിയ ഉടനെ ഞാൻ അങ്ങ് അയ്യോ പാവം ഒന്നും ആയില്ല. എനിക്ക് ആ കുടിച്ചിരുന്ന കാലത്തുള്ള അതേ തീവ്രമായിട്ടുള്ള ആഗ്രഹം ചാരായം കുടിയിന്ന് മാറണം, എന്റെ ജീവിതവും മെച്ചപ്പെടണം. ഈ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സമാധാനത്തിൽ ഐശ്വര്യമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ നീണ്ടകാലം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യര് എങ്ങനെയാണ് അവരുടെ ഒരു ദിന പരിപാടി, ഒരു ദിവസം അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ അന്വേഷിച്ചു. എനിക്ക് സ്പോൺസർ ഉണ്ട്, ഞാൻ പടികൾ പരിശീലിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എനിക്ക് കിട്ടി, ഞാൻ അതൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോ ഈ നീണ്ടകാലം സുബോധ ജീവിതത്തിലേക്ക് നയിക്കുന്ന ആളുകൾ അവർ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്ന് അവർ ഷെയർ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ ട്യൂഷൻ മാസ്റ്റേഴ്സ് ഒന്നുമില്ല. ഇനി അഥവാ ട്യൂഷൻ മാസ്റ്റർ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ പെറ്റ അമ്മ പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. പിന്നെയല്ലേ വേറൊരു അങ്ങ് പഠിപ്പിക്കുമ്പം സാറേ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അവന്റെ മുമ്പേ പോയിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നെ ജനിപ്പിച്ച പിതാവിനേക്കാളും മാതാവിനേക്കാളും വലിയ വിധേയത്വമൊന്നും ഞാൻ ഒരു അംഗത്തിന്റെ അടുത്തും കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, അരക്കിറുക്കനാണ്. അപ്പോ ഞാൻ ഇരുന്ന് നോക്കിയപ്പോ ഞാൻ എന്റെ സ്പോൺസറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അയാൾ നോക്കിയപ്പോ സ്പോൺസറിന്റെ ദിവസം ആരംഭിക്കുന്നത് അതിലും ബേഷ്. അയാള് രാവിലെ എഴുന്നേൽക്കും, അയാൾ പല്ല് തേക്കും, അയാൾ ഒരു കപ്പ് കാപ്പി ഇട്ട് കുടിക്കും, എന്നിട്ട് പ്രതിദിന മനനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എടുക്കും, അത് വായിക്കും. ആ പ്രതിദിന മനനങ്ങളിൽ എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗം അത് ഏത് മൂലഗ്രന്ഥമാണോ അതെടുത്ത് വായിക്കും. പിന്നീട് അങ്ങേരുടെ ചില മതപരമായിട്ടുള്ള പുസ്തകങ്ങൾ അയാൾ ചിലപ്പോൾ റീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കോൺഫറൻസ് അപ്രൂവ്ഡ് അല്ലാത്ത, ഇപ്പോ ഹേസൽഡനെ പോലെയുള്ള ചില പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എന്റെ മനസ്സിൽ ഈ മനുഷ്യൻ ഇതൊരു മീറ്റിംഗിൽ ഷെയർ ചെയ്തപ്പോ എന്റെ മനസ്സിൽ പറഞ്ഞു,
നിങ്ങൾ ഈ റിട്ടയർമെന്റ് ലൈഫ് ഇന്ത്യയിൽ പിന്നെ വന്ന് കടലിൽ ചാടി ഒക്കെ ആസ്വദിച്ച് നടക്കണം, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. എനിക്ക് എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഇതിനൊക്കെ സമയമുണ്ടോ എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. ആ ചിന്ത മനസ്സിലാക്കിയതുപോലെ ആ മനുഷ്യൻ എനിക്ക് മറക്കാൻ കഴിയില്ല. അയാൾ പറഞ്ഞത്, അയാളുടെ സ്പോൺസറിന്റെ അടുത്ത് അയാൾ പറഞ്ഞു പോലും, ഈ ഡെയിലി റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്ന പ്രതിദിന മനനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയുടെ ധ്യാനത്തിന്റെ പരിശീലിക്കുന്നതിന്റെ ഭാഗമായിട്ട് രാവിലെ വായിക്കണമെന്ന് അയാളുടെ സ്പോൺസർ അയാളോട് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞെന്ന്, ഞാൻ വളരെ നിങ്ങളെപ്പോലെ റിട്ടയർമെന്റ് ജീവിതമല്ല എനിക്ക് പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് എന്റെ ജോലിക്ക് വേണ്ടി ഓടണം, പിന്നെ ഞാൻ എങ്ങനെ ഈ പ്രതിദിന മനനം രാവിലെ വായിക്കും, പ്രാർത്ഥനയും ധ്യാനവും എങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു പോലും. അപ്പൊ ഈ മനുഷ്യന്റെ സ്പോൺസർ ഇയാളോട് പറഞ്ഞു, നീ എത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കുമെന്ന് ചോദിച്ചത്. അപ്പൊ ഇയാൾ പറഞ്ഞു രാവിലെ 5 മണിക്ക് എണീക്കും. അപ്പോ അദ്ദേഹം ഇയാൾക്ക് കൊടുത്തൊരു നിർദ്ദേശം, അങ്ങനെയാണെങ്കിൽ 4:45 ക്ലോക്ക് തിരിച്ചു വെച്ചാൽ ഒരു 15 മിനിറ്റ് കിട്ടുമല്ലോ, അത് ധാരാളമല്ലേ. എന്തായാലും അടുത്ത ദിവസം ഈ മനുഷ്യൻ സ്പോൺസറെ മുറുമുറുത്തുകൊണ്ടാണെങ്കിലും പുലർച്ചെ 4:45 അയാള് ക്ലോക്ക് തിരിച്ചു വെച്ചിട്ട് ആ സ്പോൺസറിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പിറ്റേ ദിവസം മുതൽ രാവിലെ അയാൾ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി പല്ല് തേച്ച് ഫ്രഷ് ആയിട്ട് അയാളുടെ പുസ്തകം തുറന്ന് വായിക്കാൻ ആരംഭിച്ചു. ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ എന്റെ ഷെയറിങ്ങിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഈശ്വരൻ അയാൾക്ക് ജീവൻ കൊടുക്കുകയാണെങ്കിൽ, ഈശ്വരൻ അദ്ദേഹത്തെ കുടിപ്പിച്ചില്ലെങ്കിൽ 2022 കുറച്ച് മാസങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ 50 വർഷം ആ ആൽക്കഹോളിക്സ് അനോണിമസിലെ പഴമക്കാരൻ പൂർത്തിയാക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ എയിൽ വന്നത് മുന്നേ നടന്നുപോയ ആൾക്കാരെ അവരുടെ നല്ല വശങ്ങളെ പിന്തുടരാൻ വേണ്ടി തന്നെയാണ്. അപ്പോ ഞാനും ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അനുകരിക്കാൻ ആരംഭിച്ചു. ഞാനും പ്രതിദിന മനനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വാങ്ങുകയും അത് വായിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ പുസ്തകം കൈ കിട്ടിയപ്പോ ആ പുസ്തകത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനത് വായിച്ച് മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് തമാശ കൗതുകമായിട്ടുള്ള ചില സംഗതി ഉണ്ട്. വലിയ ആത്മീയ തത്വങ്ങളൊക്കെ സംസാരിക്കാൻ സ്വാമിമാരും അതൊക്കെ അംഗങ്ങൾക്ക് പറ്റും. ഞാൻ ഇത്തരത്തിലുള്ള ചില കൊച്ചു കൗതുകങ്ങളാണ്. ആ പ്രതിദിന മനനങ്ങളെന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ആ മനനങ്ങൾ ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്ന ഒരു ചിത്രം ഇതിൽ കൊടുത്തിരിക്കുന്നു. എനിക്കത് വളരെ ഒരു അർത്ഥമുള്ളതായിട്ട് തോന്നി. കാരണം തത്വങ്ങൾ അംഗങ്ങളുടെ മനസ്സിലേക്ക് ചെന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പ്രതിഫലിപ്പിക്കുകയാണ്. ആ പ്രതിഫലനങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പുസ്തകം, അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് കവർ പേജിൽ തന്നെ അംഗങ്ങൾക്ക് വേണ്ടി അംഗങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട സുചിന്തനങ്ങൾ. ഓക്കെ, അതിന്റെ ആദ്യത്തെ പേജുകൾ മറിച്ചു നോക്കിയപ്പോ ഈ പുസ്തകത്തിനെ സംബന്ധിക്കുന്ന നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകങ്ങൾ ഇതിന്റെ കോപ്പി റൈറ്റ് പേജ് ഉണ്ട് ആദ്യം. അതെല്ലാ പുസ്തകങ്ങളിലും ഫ്രണ്ടിൽ നോക്കിയാൽ അറിയാം. കാരണം ഈ ഡെയിലി റിഫ്ലക്ഷന്റെ അത്തരത്തിലുള്ള കോപ്പി റൈറ്റ് പേജില് ഇംഗ്ലീഷിലുള്ള പുസ്തകത്തില് ഈ ഡെയിലി റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകം അത് ആദ്യമായിട്ട് അച്ചടിച്ചത് 1990 അടിച്ചിരിക്കുന്നു. അപ്പോ 1930-35 കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിഗ് ബുക്ക് ഉണ്ടായി. 52s 53s 52-53 കാലഘട്ടങ്ങളിൽ പിന്നെ 12 പടികളും പാരമ്പര്യങ്ങളും, അത് കഴിഞ്ഞ പുസ്തകങ്ങൾ. 1990 എന്ന് പറയുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോ ആ മുന്നോട്ട് പോയ കാലഘട്ടത്തില് നമ്മള് അംഗങ്ങള് നമ്മുടെ ഫെലോഷിപ്പിന്റെ ആവശ്യം മനസ്സിലാക്കി രൂപപ്പെടുത്തിയ ഒരു പുസ്തകം. എന്തായാലും 1990 ഇംഗ്ലീഷിലെ ഡെയിലി റിഫ്ലക്ഷൻ മലയാളത്തില് ഈ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ 2010 ആദ്യ മലയാളം പതിപ്പ് ജനുവരി 2010. ആദ്യ അച്ചടി GSO ഇന്ത്യ ജനുവരി 2010. അപ്പോ 2010 അടിച്ച ഒരു പുസ്തകം. അതിന്റെ മുഖവുരയില് ഇപ്പോ ഈ ഈ പ്രതിദിന മനനങ്ങൾ എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോ പ്രതിദിന മനനങ്ങൾ എന്ത് എന്ന് ഉള്ള ഒരു അന്വേഷണം നടത്തുമ്പോൾ തന്നെ അത് എന്തിന് എന്നുള്ളതിലേക്കുള്ള ഉത്തരവും ഞാൻ അത് ഈ ഗ്രൂപ്പിന്റെ സേവകര് രണ്ട് മൈനകൾ ഇരുന്നിട്ട് ഒരാള് എന്തിന്, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആരുടെ തലയിൽ ഉണ്ടാവുന്ന ഐഡിയസ് എന്താണ്, മനോഹരമായിരിക്കുന്നു. നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഇങ്ങനെ
ഇങ്ങനെ സജീവമാക്കി നിർത്താൻ കുറെ മനുഷ്യര്, ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്താ ഓരോ ദിവസവും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവരികയും ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള ഈ അറിവുള്ള അംഗങ്ങളെ കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ബാക്കിയുള്ളവർക്ക് എന്ത് ഗുണം വരുന്നു, അതിനെ ആകർഷകമായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നു. നിങ്ങളൊക്കെയാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ സജീവമാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും മുഖവുരയില് ഈ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ 1987 GSO ജനറൽ സർവീസ് കോൺഫറൻസിന്റെ അവര് നമ്മുടെ ഫെലോഷിപ്പിന്റെ ആവശ്യങ്ങൾ, കാരണം ഇതിലെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങള് അവർക്ക് ആത്മീയമായിട്ട് വളരേണ്ടതുണ്ട്. അപ്പൊ വിശപ്പ് ഉണ്ടായാൽ ആ വിശപ്പിനനുസരിച്ച് ഭക്ഷണം കൊടുത്തേ മതിയാവും. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് 35 നിന്ന് 1990 കാലഘട്ടത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. ഫെലോഷിപ്പിന് ആ വളർച്ചയുടെ ഭാഗമായിട്ട് ആത്മീയമായ വിശപ്പിനുള്ള അല്ലെങ്കിൽ ചിന്തകൾക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തേ മതിയാവും. അതിന്റെ ഭാഗമായിട്ട് ഒരു നേരം ഒരു ദിവസം, വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള തത്വത്തെ ആസ്പദമാക്കി ഈ മുഖവുരയില് വളരെ വളരെ ലളിതമായിട്ട് എഴുതിയിരിക്കുന്നു. ഞാൻ ഇന്ന് പുതുതായിട്ടൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. ഞാൻ ഈ പറയുന്ന പുസ്തകങ്ങളിലും എന്റെ ജീവിതത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള എന്റെ അനുഭവങ്ങളുമായിട്ട് ഇന്ന് പ്രസന്റ് ചെയ്യാനേ എനിക്ക് കഴിയുള്ളൂ. അപ്പോ ഈ മുഖവുരയില് എഴുതിയിരിക്കുന്നു ഒരു നേരം ഒരു ദിവസം എന്നുള്ള തത്വത്തെ ആസ്പദമാക്കി ഒരു വർഷം മുഴുവൻ, ഒരു കലണ്ടർ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന സുചിന്തനങ്ങളുടെ ഒരു സമാഹാരത്തിന് വേണ്ടി ഈ ഒരു പുസ്തകം വേണമെന്ന് ഫെലോഷിപ്പിന്റെ നമ്മുടെ ജനറൽ സർവീസ് ഓഫീസിന്റെ ഒരു ഉപദേശ സമിതി ഫെലോഷിപ്പിനെ അറിയിച്ചു. അപ്പോ ആ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം ഉണ്ടായത്. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എങ്ങനെയെന്ന് വിശദീകരിച്ച് നല്ല രസമാണ്, വളരെ രസമാണ്. പേജിന്റെ തലപ്പത്ത് ഈ ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പുസ്തകം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഓരോ ദിവസവും കൊടുത്തിരിക്കുന്ന അത് ഇങ്ങനെയാണ് അതിൽ വിശദീകരിച്ച്. പേജിന്റെ തലപ്പത്ത് ദിവസത്തെ തീയതി, അപ്പോ തൊട്ടടുത്ത് ജനുവരി 1 ബോൾഡ് ആയിട്ടുള്ള ജനുവരി 1 എന്നടിക്കും. എന്നിട്ട് അടുത്തത് അതിനൊരു ഹെഡിങ് കൊടുക്കും, ഒരു തലക്കെട്ട്. ആ തലക്കെട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കോൺഫറൻസ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു പ്രസക്തമായ ഭാഗം എടുത്തു കൊടുത്തിരിക്കും. അപ്പൊ ഏതൊക്കെ പുസ്തകം എന്നുള്ളത് നമുക്ക് ഇവിടെ അടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ബില്ലിന്റെ വാക്കുകൾ, ബില്ലിന്റെ പ്രസംഗം, ബില്ലിന്റെ എഴുത്തുകൾ, അതിൽ നിന്നൊക്കെ ഇതിൽ ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകം, പിന്നെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകം, പിന്നെ പ്രായപൂർത്തിയാകുന്നു കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബില്ലിന്റെ കാഴ്ചപ്പാട് ആസ് ബിൽ സീസ് ഇറ്റ് എന്ന് പറയുന്ന പുസ്തകം, അതൊന്നും മലയാളത്തിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ദ ബെസ്റ്റ് ഓഫ് ബിൽ, അതുപോലെ തന്നെ ഡോക്ടർ ബോബ് ആൻഡ് ദി ഗുഡ് ഓൾഡ് ടൈമേഴ്സ്, അതൊക്കെ ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ്. ഡോക്ടർ ബോബ് നല്ല പഴമക്കാരും എന്നൊക്കെ നമ്മള് പരിഭാഷ, അതൊക്കെ ഇനി മലയാളത്തിലേക്ക് ആരെങ്കിലും അറിവുള്ളവര് അതിനെയൊക്കെ പരിഭാഷപ്പെടുത്തി കമ്മിറ്റികള് അതിനെയൊക്കെ മലയാളത്തിൽ കൊണ്ടുവരണം. കാരണം നമ്മുടെ പൊതു നന്മയാണ് നമുക്ക് വലുത്. അപ്പോ ഈ നമ്മുടെ ഫെലോഷിപ്പിലുള്ള അറിവുള്ള മനുഷ്യര് അവര് പരിഭാഷപ്പെടുത്തുന്ന, അറിവില്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായ്മ പൈസ കളക്ട് ചെയ്ത് കൊടുത്ത് പരിഭാഷകർക്ക് കൂലി കൊടുത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന് ഈ പറഞ്ഞ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തേണ്ടതുണ്ട്. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം പുസ്തകങ്ങൾ വരും. അപ്പോ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്നും മറ്റ് കോൺഫറൻസ് അംഗീകൃത പുസ്തകങ്ങളിൽ നിന്നുള്ളവയാണ് ഇതിനകത്തുള്ള ഉദ്ധരണികളൊക്കെ. ഇങ്ങനെ ഈ ഒരു ഡെയിലി റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന പുസ്തകം വേണം, അതിനകത്ത് ആവശ്യം ഉന്നയിച്ചപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് കൂട്ടായ്മയിൽ നിന്ന് 1300-ലധികം പ്രതിദിന മനനങ്ങൾ അല്ലെങ്കിൽ സുചിന്തനങ്ങൾ അയച്ചു കൊടുത്തു. അവരാരും എഴുത്തുകാരല്ലെന്ന് എഴുതിയിരിക്കുന്നു, അവരാരും എയുടെ വക്താക്കളല്ലെന്ന് എഴുതിയിരിക്കുന്നു. അവർക്ക് വേണ്ടി പറയുന്നു. ഒരു അംഗം മറ്റ് അംഗങ്ങൾക്ക് വേണ്ടി എഴുതുന്നു. നോക്കണേ, ആ മറ്റൊരാളെ കൂടെ സഹായിക്കണമെന്നുള്ള ഏതൊക്കെയോ ഇതിലാ ഒറ്റ മനുഷ്യന്റെ പേര് എഴുതിയിട്ടില്ല. തോമസ് എന്നോ ഭാസ്കരൻ എന്നോ എഡ്ഡി എന്നോ ജെറാൾഡ് എന്നോ എഴുതിയിട്ടില്ല. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകങ്ങളിലെല്ലാം തന്നെ അനാമധേയത്വത്തിന്റെ വലിയൊരു ആശയം, ഇതിനകത്ത് സ്റ്റാർഡം ഇല്ല, ഇതിനകത്ത് വിഷയാവതാരകരുടെ പ്രത്യേക വിഷയാവതാരകർ, ഒന്നുമില്ല.
സുചിന്തനങ്ങൾ. അപ്പോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ പുസ്തകത്തിൽ 1300ഓളം സുചിന്തനങ്ങൾ കിട്ടി. അതിനെ എഡിറ്റ് ചെയ്തു, അതിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ പുസ്തകത്തിൽ പ്രതിദിന മനനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തില് നമ്മുടെ 3 പൈതൃകങ്ങളായിട്ടുള്ള റിക്കവറി, യൂണിറ്റി, സർവീസ്, സുഖപ്രാപ്തി, ഐക്യം, സേവനം എന്നിവയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ലേഖനങ്ങൾ. അതുപോലെ തന്നെ ഏതെങ്കിലും വിഭാഗം, ഗ്രൂപ്പ്, കക്ഷി രാഷ്ട്രീയം, സംഘടന അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല എന്നുള്ള നമ്മുടെ ആമുഖത്തിനനുസരിച്ചിട്ടുള്ള ലേഖനങ്ങൾ ക്രോഡീകരിച്ചു ഈ പുസ്തകത്തിൽ. അതാണ് പ്രതിദിന മനനങ്ങൾ എന്നുള്ള ഈ പുസ്തകം. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഈ പുസ്തകത്തിലെ എന്താണ് അനുഭവങ്ങളുടെ പ്രതിഫലനങ്ങൾ. അപ്പൊ ബിൽ വിൽസൺ, സാക്ഷാൽ ബിൽ വിൽസൺ, അദ്ദേഹം ഈ പ്രതിദിന മനനങ്ങൾ എന്തെന്ന് ബിൽ വിൽസൺ ഈ പുസ്തകത്തിന്റെ മുഖവരിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ബിൽ വിൽസനെ കവച്ചു വെച്ച് ഒരു അഭിപ്രായമോ അനുഭവമോ പറയാൻ തൽക്കാലം ഞാൻ മുതിരുന്നില്ല. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ തന്റെ ലേഖനങ്ങൾ ഓരോ അംഗങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള ധ്യാനങ്ങൾക്ക് ഒരു സഹായമാവുകയും ഗ്രൂപ്പ് ചർച്ചകൾക്ക് ഒരു ഉത്തേജനമാവുകയും അതിലൂടെ സാഹിത്യത്തിന്റെ വിപുലമായ വായനയിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ബില്ലിന്റെ കാഴ്ചപ്പാടെന്ന പുസ്തകത്തിന്റെ മുഖവരിയിൽ ബിൽ വിൽസൺ എഴുതിയതാണ്. പ്രതിദിന മനനത്തിന്റെ ഈ വാല്യം അവതരിപ്പിക്കുമ്പോൾ ഇതിലും അനുയോജ്യമായ വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോ ഈ പ്രതിദിന മനനങ്ങൾ എന്ന് പറയുന്ന ഈ അടിസ്ഥാനപരമായിട്ട് റിക്കവറിയെ കുറിച്ച്, യൂണിറ്റിയെ കുറിച്ച്, സർവീസിനെ കുറിച്ച്, നമ്മുടെ 3 പൈതൃകങ്ങളെ കുറിച്ച് അതിനെ ആസ്പദമാക്കിയുള്ള സുചിന്തനങ്ങളാണ് ജനുവരി 1 മുതൽ 31 വരെ. അത് എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ബിൽ വിൽസൺ പ്രത്യാശിക്കുന്നത് അത് ഓരോ വ്യക്തി അംഗങ്ങളുടെ ധ്യാനങ്ങൾക്ക്. നവാഗതൻ സംശയിക്കണ്ട, ഇതൊക്കെ വായിച്ചിട്ട് ധ്യാനിക്കുമെന്ന്. ധ്യാനിക്കും. ആ തെരുവ് ജീവിതത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇതൊക്കെ എന്തിന് ഏതെന്നൊക്കെ അത്ഭുതത്തോടെ കണ്ടു നിന്ന ഒരു കൊച്ചു മനസ്സിൽ നിന്ന് ഇന്ന് ഈ പുസ്തകത്തെ കുറിച്ച് ഇവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ വിശദീകരിക്കുകയല്ല, ഞാൻ അനുഭവങ്ങൾ പങ്കുവെക്കുകയല്ല, ഞാൻ എൻ്റെ കടന്നു വന്ന വഴികളില് ഈ കൂട്ടായ്മയിലെ ഈ അംഗങ്ങൾ പങ്കുവെച്ച ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള ധ്യാനമാണല്ലേ. ഒരു പുഴുവിൽ നിന്ന് ഒരു മനുഷ്യനെ പൂമ്പാറ്റയിലേക്ക് ഉയർത്തിയ ഒരു ശക്തി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാഹിത്യത്തിൽ ഓരോ വരികളിലും ഉണ്ട്. ഇത് കെട്ടിച്ചമച്ചതല്ല, ഇത് അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണത്. അപ്പോ സാഹിത്യത്തിന്റെ വിപുലമായ വായനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്രയും ഈ പുസ്തകത്തിന്റെ ഒരു ആമുഖമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നത് എന്റെ സ്പോൺസറിന്റെ ഒരു ചോദ്യമാണ്. ആ സ്പോൺസർ എനിക്ക് വായിക്കാൻ സമയമില്ലെന്നുള്ളൊരു ചിന്ത വന്നപ്പോ നാളെ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും എന്നൊരു ചോദ്യം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമെങ്കിൽ 4:45 ക്ലോക്ക് തിരിച്ചു വെക്കുക. എന്നിട്ട് ഈ പുസ്തകം ജനുവരി 1 ഫെബ്രുവരി 12 എടുത്ത് ആ പ്രതിദിന മനനങ്ങൾ വായിക്കാൻ ആരംഭിക്കണമെന്നുള്ള ഒരു സംഗതി. അപ്പോ ഞാൻ ആദ്യകാലത്ത് ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുകയും പിൽക്കാലത്ത് ഈ പുസ്തകങ്ങൾക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോ ഈ പ്രതിദിന മനനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ പുസ്തകത്തിന് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഓരോ ദിവസത്തെയും പ്രതിദിന മനനത്തിന് ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ജനുവരി 1 ഞാനൊരു അത്ഭുതം, ഡിസംബർ 31 തലക്കെട്ട് ദിവസേനയുള്ള തീരുമാനങ്ങൾ, ഓഗസ്റ്റ് 15 തലക്കെട്ട് നാം ആരെയും ദ്രോഹിച്ചിട്ടില്ലേ. എന്റെ കയ്യിൽ ഈ പുസ്തകമുണ്ട്, അതുകൊണ്ട് ഞാൻ ഓരോ പേജ് മറിച്ചിട്ട് ഓരോ തലക്കെട്ട് പോയി. ഇങ്ങനെ തലക്കെട്ടിലൂടെ ഈ പുസ്തകത്തിനെ അറിയാം. തലക്കെട്ടിലൂടെ ഈ പുസ്തകത്തിനെ അറിയാം. 2, ഈ പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പുറത്ത് സൂചിക എന്നൊരു തലക്കെട്ടുണ്ട്. സൂചിക,
ആ സൂചികയില് ഈ നേരത്തെ പറഞ്ഞ റിക്കവറിയെ കുറിച്ച്, സേവനത്തെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി, നമ്മുടെ 3 പൈതൃകങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ സുഖപ്രാപ്തി, ഐക്യം, സേവനം, യൂണിറ്റി. അപ്പൊ ഈ 3 വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഓരോ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് സൂചികയിൽ അംഗീകരിക്കൽ, പ്രവർത്തനം, മദ്യാസക്തി, പരിഹാരം, ദേഷ്യം, അനാമധേയത്വം, പ്രശംസ, മനോഭാവം. ആ പുസ്തകം ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ പുസ്തകം കയ്യിലില്ലാത്ത നവാഗതര് നാളെയോ മറ്റന്നാളോ ആ പുസ്തകം വാങ്ങണമെന്നൊരു അപേക്ഷയുണ്ട്. ആ പുസ്തകത്തിന്റെ വില എനിക്ക് തോന്നുന്നത് ഒരു അരക്കുപ്പി ബ്രാൻഡിക്ക് ഇപ്പൊ 100 രൂപയെങ്കിലും കാണുമായിരിക്കും. 100 രൂപയിലെ താഴെയൊക്കെ ഈ മലയാളത്തിലുള്ള പുസ്തകത്തിന് ആവുള്ളൂ ഞാൻ കരുതുന്നത്. അത് എല്ലാ ഇന്റർ ഗ്രൂപ്പുകളിലും, ഗ്രൂപ്പിന്റെ സേവകരിലും, ഗ്രൂപ്പുകളിലും ഉണ്ടാവും. അപ്പൊ അവരോട് ചോദിച്ചാൽ ആ പുസ്തകം കിട്ടും. വരുന്ന ദിവസങ്ങളിൽ കുറച്ച് പൈസ മാറ്റി മാറ്റി വെച്ച് ആ പുസ്തകം വാങ്ങിക്കണം. എനിക്കൊരു അപേക്ഷ ഉള്ളത്, ആരെങ്കിലും സൗജന്യമായിട്ട് തന്ന ഈ പുസ്തകം വാങ്ങരുത്. സ്വന്തം വേർപ്പ് കൂട്ടി വെച്ച് ഈ പുസ്തകം വാങ്ങണം. അതിനാണ് ഒരു അല്ലെങ്കിൽ വേറൊരുത്തന്റെ സൗജന്യം സ്വീകരിച്ചുകൊണ്ട് എന്റെ സുബോധത്തിന് മറ്റൊരുത്തന്റെ ചെലവിൽ എന്റെ സുബോധം വേണ്ട. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഒരുത്തന്റെ ഓസിന് വേണ്ട, എന്റെ സുബോധത്തിന് ഒരുത്തനും വിലയിടാനും വരണ്ട. എനിക്ക് സുബോധം സൗജന്യമായിട്ട് കിട്ടില്ലെന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് പഠിപ്പിച്ചു തന്നു. ഓടയിൽ കിടന്ന ജീവിതത്തില് എനിക്ക് ആ ഓടയിലോട്ട് പോയത് എന്റെ അഭിമാനമായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ കയറി വന്നപ്പോ ആ കിറ്റിയില് ഞാൻ എന്റെ പിച്ച കാശെന്ന് ഉദ്ദേശിക്കുന്ന 50 പൈസ ഒരു ദിവസം എടുത്തിട്ടപ്പോ ആ ഗ്രൂപ്പിലിരുന്ന കോടീശ്വരന്മാർ, ലക്ഷപ്രഭുക്കള് അവരത് തടഞ്ഞില്ല. അവർ 50 പൈസ സ്വീകരിച്ചു. അന്ന് കിറ്റി എഴുതിയപ്പോ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, 25 രൂപ 50 പൈസ എന്ന് അന്നത്തെ ഖജാൻജി അനൗൺസ് ചെയ്തു. എന്റെ മനസ്സങ്ങ് അഭിമാനം കൊണ്ടു. ഞാനും ഈ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, ആ 50 പൈസ സ്നേഹത്തോടെ സ്വീകരിച്ച ആ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എൻ്റെ അടുത്ത് ആ ഗ്രൂപ്പിലെ പഴമക്കാരൻ ചോദിച്ചു, സഹോദര തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഉണ്ടോ? സഹോദര കയ്യിലിരിക്കുന്ന ബീഡി രാത്രി വലിക്കുക ഇനി ബീഡി ഉണ്ടോ? ഇത്ര സ്നേഹത്തോടെ നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ 1-2 മീറ്റിങ്ങിന് എനിക്ക് വണ്ടിക്കൂലിയും തന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് അയച്ചത്. ഞാൻ അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ നന്ദി കേടായിപ്പോ. പക്ഷെ അതോടൊപ്പം തന്നെ അവരെന്നെ 2 കാലിൽ അഭിമാനമുള്ള ഒരു മനുഷ്യനായിട്ട് നിർത്താനും പഠിപ്പിച്ചു. അപ്പോ അത്തരത്തിലുള്ള തലക്കെട്ടുകൾ ഈ പുസ്തകത്തിനെ സംബന്ധിക്കുന്ന മോചനത്തെ കുറിച്ച്, ഐക്യത്തിനെ കുറിച്ച്, സുഖപ്രാപ്തിയെ കുറിച്ചൊക്കെ ഉള്ള 12 പടികളെയും 12 പാരമ്പര്യങ്ങളെയും കുറിച്ചൊക്കെ ഉള്ള പല തലക്കെട്ടുകളും ഈ സൂചികയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര തലക്കെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് 143 തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകം ആരെങ്കിലും എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 143 എന്നുള്ള സംഖ്യ അടിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഓരോ തലക്കെട്ടിന് നമ്പർ ഇട്ടു. 1 അംഗീകരിക്കൽ, 2 പ്രവർത്തനം, അങ്ങനെ നമ്പർ ഇട്ട് വന്നപ്പോ 143 തലക്കെട്ടുകൾ. അതില് ആത്മീയ അനുഭവം എന്താണ്, ആത്മീയ പുരോഗതി എന്താണ്, സഹിഷ്ണുത എന്താണ്, ഭാരമേൽപ്പ് എന്താണ്, പ്രാർത്ഥന എന്താണ്, ക്ഷമ എന്താണ്, മനസമാധാനം എന്താണ്, ശക്തിഹീനത എന്താണ്, തുറന്ന മനസ്സെന്താണ്, പുരോഗതി എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, അങ്ങനെ കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്ത്, നന്ദി എന്ന് പറഞ്ഞാൽ എന്ത്, അഹങ്കാര ദൂരീകരണം എന്ന് പറഞ്ഞാൽ എന്ത്, വഞ്ചന എന്ന് പറഞ്ഞാൽ എന്ത്, ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്ത്, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്ത്, അനുഭവം എന്ന് പറഞ്ഞാൽ എന്ത്, പ്രശംസ എന്ന് പറഞ്ഞാൽ എന്ത്. ഇങ്ങനെ എന്റെ സഹോദരങ്ങള്, സഹോദരങ്ങള് അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അനുഭവം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിന് സൂചികയിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോ എനിക്ക് വേണമെങ്കിൽ ഈ പുസ്തകത്തിൽ ഞാൻ ഇത്തിരി അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്, ഞാൻ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി. അപ്പൊ കുറ്റപ്പെടുത്തലിനെ കുറിച്ച് യുടെ കാഴ്ചപ്പാട് എന്താണ്? ഞാൻ ഈ സൂചിക എടുത്തിട്ട് നോക്കുമ്പോ 12ാമത് എഴുതിയിരിക്കുന്ന കുറ്റപ്പെടുത്തൽ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് 35ാമത്തെ പേജിലും 110ാമത്തെ പേജിലും അതിനെക്കുറിച്ചുള്ള അംഗങ്ങളുടെ ഷെയറിംഗ് ഉണ്ട്. അതെടുത്ത് വായിച്ചു നോക്കുമ്പോ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവും ആത്മീയമായിട്ട്. അപ്പോ ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് തലക്കെട്ടിലൂടെ ഈ പുസ്തകത്തിനെ സമീപിക്കാം, സൂചികകളിലൂടെ ഈ പുസ്തകത്തിനെ സമീപിക്കാം.
ഇനി മൂന്നാമതൊരു രീതി, ഇപ്പൊ ജനുവരി 1 ഈ ഞാനൊരു അത്ഭുതം എന്നുള്ള തലക്കെട്ട്, അത് കഴിഞ്ഞിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് പേജ് 25 എന്നുള്ള ഒരു 5 വരികൾ എടുത്തിരിക്കുന്നു. അത് തിരഞ്ഞെടുത്ത ഭാഗങ്ങളിലൂടെ ഈ പുസ്തകത്തിനെ സമീപിക്കാം. ആ തിരഞ്ഞെടുത്ത ഭാഗം കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്, ഓരോ പേജിലും പ്രിന്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ 1300ഓളം അംഗങ്ങൾ ഈ തത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച ശേഷം ആ പ്രതിഫലനം, ആ അനുഭവങ്ങൾ അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ വക്താക്കളല്ല, ഓരോ അംഗങ്ങളുടെ കാഴ്ചപ്പാട് ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്നു. അത് ഒരു തുടക്കക്കാരനായ എനിക്ക്, ഞാൻ ഇന്നും ഒരു തുടക്കക്കാരനാണ്, ഇത് ഒരു ദിന പരിപാടിയാണ്. ഇതിനകത്ത് അമ്മാച്ചന്മാരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെയൊന്നും ഉള്ള വലിയ ജാടകളൊന്നും ഇതിനകത്ത് വേണ്ട. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ്, ഞാൻ കുറച്ചു കാലം മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു, ഞാൻ ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കുന്നു, രാത്രി വന്ന് കിടക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഞാൻ കുടിക്കുന്നില്ല, ഞാൻ കുടി നിർത്തിയിട്ട് ഇത്രയും വർഷമായി. അതുകൊണ്ട് ഞാനാണ് കുടി നിർത്തിയതിന്റെ മാതൃക, നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. ഇത്തരത്തിലുള്ള നാട്യങ്ങളും ജാടയൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിലില്ല. വ്യക്തമായിട്ട് പറയുന്നത് ഒരു ദിന പരിപാടി, ആരും ആരുടെയും രക്ഷകർത്താവ് ആയി അഭിനയിക്കണ്ട, ആരും മാതൃകകളൊന്നും ആവാനില്ല. അപ്പോ ഓരോ ദിവസം എന്നുള്ള കണക്കില് മുന്നോട്ട് പോയാൽ മതി. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഞാൻ ഇന്നും ഈ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, വിദ്യ അഭ്യസിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഈ പ്രതിദിന മനനത്തെ സമീപിക്കുന്നു. അപ്പോ ഈ 4 തരത്തില്, തലക്കെട്ടിലൂടെ, സൂചികകളിലൂടെ, തിരഞ്ഞെടുത്ത ഭാഗങ്ങളിലൂടെ, അതും കഴിഞ്ഞ് 4ാമത് അംഗത്വത്തിന്റെ ഷെയറിങ്ങിലൂടെ ഈ പുസ്തകത്തിനെ സമീപിക്കാം. അപ്പോ ഇത് എന്തിനാണെന്ന് ഈ പുസ്തകത്തിനെ സമീപിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പൈതൃകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ ഷെയറിംഗ് നടത്താൻ വേണ്ടി, ഈ ഷെയറിങ്ങിന് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്, ഇന്നത്തെ എന്റെ ഷെയറിങ്ങിന് ഞാൻ ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം ഇത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിന്റെ സേവകന് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 4 മണിക്കൂർ വരെ നിർത്താതെ സംസാരിക്കാനുള്ള എന്താണ് പോയിന്റ്സ് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു, സ്നേഹിത, എനിക്കൊരു 15 മിനിറ്റ് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനുള്ള അറിവില്ല. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു, അതൊന്നും സാരമില്ല, നിങ്ങൾ ഷെയർ ചെയ്യ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോത്സാഹനോടെ കിട്ടിയത് കൊണ്ട് ഞാൻ അങ്ങ് സംസാരിച്ച് പോവുകയാണ്. ഞാൻ എന്റെ അനുഭവങ്ങൾ പങ്കിടാനുള്ള ധൈര്യം അദ്ദേഹം തന്നു. അപ്പോ ഞാൻ ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുത്ത മാർഗം, ഈ 12 പടികളുണ്ടല്ലോ, റിക്കവറിക്കുള്ള 12 പടി. അപ്പൊ ഈ 12 പടികൾ ഈ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഈ പുസ്തകത്തില് എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ ചുരുക്കം ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ഞാൻ അത് കണ്ടെത്തിയതെന്ന്, ഞാൻ മനസ്സിലാക്കിയതെന്ന്, ഓരോ ഡെയിലി റിഫ്ലക്ഷന്റെ പേജ് നമ്പറും ആ ഡെയിലി റിഫ്ലക്ഷനിലുള്ള ചുരുക്കം ചില കോട്ടിങ്സും കൂടെ ഞാൻ എടുത്തിട്ട് 1 മുതൽ 12 വരെയുള്ള പടികൾ ഇതിനകത്ത് ഈ യാത്രയിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇതിനകത്ത് 12 പാരമ്പര്യങ്ങൾ ഉണ്ടാവും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഴമക്കാരുടെ വീക്ഷണങ്ങളുണ്ട്. ആ മേഖലകളിലോട്ട് പോകുന്നില്ല. ഇതൊരു വിശാലമായിട്ടുള്ള മേഖലയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ 1 മുതൽ 12 വരെയുള്ള പടികൾ ഈ പുസ്തകത്തിൽ ഞാൻ കടന്നു പോവുകയാണ്. അപ്പോ ഞാൻ ആദ്യം ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഡെയിലി റിഫ്ലക്ഷന്റെ പേജ് മെയ് 22 ഞാൻ എന്റെ കയ്യിൽ ഈ പുസ്തകമുണ്ട്. ഞാൻ മെയ് 22 എടുക്കുമ്പോൾ ആ മെയ് 22 ഡെയിലി റിഫ്ലക്ഷൻ 1ാം പടി, അതാണ് തലക്കെട്ട്. 1ാം പടി, ആ 1ാം പടിയിലെ ആദ്യത്തെ വാക്ക്, ആ ഒറ്റ വാക്കേ അവിടെ അടിച്ചിട്ടുള്ളൂ, ഞങ്ങൾ. കുത്ത്. ആ കുത്ത് അവസാനിപ്പിക്കുന്നു ബ്രാക്കറ്റിൽ 1ാം പടിയിലെ ആദ്യത്തെ വാക്ക്. ഇത് എടുത്തിരിക്കുന്നത് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 21ാമത്തെ പേജിൽ നിന്ന്. അപ്പോ ഞങ്ങൾ എന്നുള്ള വാക്ക്, അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നും എന്നെ എന്നും മാത്രമേ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നിട്ട് ആ അംഗം കുറച്ചുകൂടെ താഴെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ കണ്ടെത്താനും ഒരു ദിന പരിപാടിയിലൂടെ അദ്ദേഹത്തിന്റെ ഇഷ്ടം നിറവേറ്റാനുമുള്ള യാത്ര തുടങ്ങുന്നത് 1ാം പടിയിലെ ആദ്യ വാക്കായ ഞങ്ങൾ എന്നത് കൊണ്ടാണ്. ഓഹോ,
എണ്ണത്തിൽ ശക്തിയുണ്ട്, എണ്ണത്തിൽ ഊർജമുണ്ട്. ഞാൻ എന്നുള്ളത് മാറ്റി ഞങ്ങളെന്ന് അവിടെ എഴുതിയിരിക്കുന്നല്ലോ. ഞങ്ങളെന്ന് ഒന്നാം പടിയിൽ ആ ഞങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നതിന് എന്താണ് അത്? പിന്നെ അക്ഷര തെറ്റ് വന്ന് എഴുതിയതല്ലെന്ന്, അതിൽ കുറച്ചൊക്കെ അർത്ഥമുണ്ടെന്ന് അവർ എഴുതി വെച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതമായിരുന്നു. ഈ ഞാനെന്ന് എഴുതാതെ ഞങ്ങളെന്ന് എഴുതിയത് എന്തുകൊണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എണ്ണത്തിൽ ശക്തിയുണ്ട്, എണ്ണത്തിൽ ഊർജമുണ്ട്, സമൂഹത്തിൽ സുരക്ഷിതത്വമുണ്ട്. പിന്നെ എന്നെ പോലെ ഒരു കുടിയന് എണ്ണത്തിൽ ജീവിതമുണ്ട്. ഒറ്റയ്ക്ക് സുഖപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. ആഹാ, അത് ആ ഒന്നാമത്തെ പടിയിലേക്കുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രവേശം. ഞങ്ങൾ ഞങ്ങൾ എന്ന ഒന്നാം പടിയിലെ ആദ്യത്തെ വാക്ക്. ഇനി ഈ പുസ്തകത്തിലോട്ട് പ്രവേശിക്കാൻ ഞാൻ സ്വീകരിച്ച രണ്ടാമത്തെ ഷെയറിങ് ഈ പടികളിലൂടെയുള്ള യാത്രയിൽ. അപ്പൊ ഒന്നാമത്തെ പടി, ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ ഞാൻ മരിച്ചു പോവും, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂടെ നിൽക്കണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇത് ഒരു ദിവസം കൊണ്ടല്ല, എത്രയോ ദിവസം. ജനുവരി 1 മുതൽ വായന തുടങ്ങി ഡിസംബർ 31 വരെ ആദ്യത്തെ വായന അവസാനിപ്പിച്ചപ്പോൾ, ഡിസംബർ 31 കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ സ്പോൺസറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രതിദിന മനനങ്ങൾ മുഴുവൻ വായിച്ചു തീർന്നു. അദ്ദേഹം പറഞ്ഞു വെരി ഗുഡ്. എന്നിട്ട് രണ്ടാമത്തെ വാക്ക് പറഞ്ഞത് നാളെ ജനുവരി 1 ജനുവരി 1 മുതൽ തുടങ്ങിക്കോളാം. അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ആ ജീവിച്ചിരിക്കുന്നവരെ വരെ ഞാൻ എന്റെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അടുത്തത് ജൂൺ 2 ഡെയിലി റിഫ്ലക്ഷൻ ഞാൻ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ജൂൺ 2. എനിക്ക് അതിന്റെ തലക്കെട്ട് വളരെ ഇഷ്ടപ്പെട്ടു. മുകളിലേക്കുള്ള വഴി. ഈ മരിച്ചിട്ട് മുകളിലേക്കുള്ള വഴിയല്ല, മുകളിൽ പോയെന്നുള്ളതല്ല. അതായത് മദ്യപാനത്തിന്റെ ചെളിക്കുണ്ടി കിടക്കയല്ലേ ഞാൻ. അപ്പൊ ആ ചെളിക്കുണ്ടി ഇന്നൊരു പന്നിയെ പോലെ കിടക്കുന്ന ഞാൻ എഴുന്നേറ്റ് മുകളിലോട്ട് പോണം. അതിനാണല്ലോ 12 പടികൾ അടങ്ങിയിട്ടുള്ള ഏണി എനിക്ക് നിങ്ങൾ താഴോട്ട് ഇറക്കി തന്നത്. അതിലെ ഒന്നാമത്തെ പടിയിൽ ഞാൻ ചവിട്ടി. ഒന്നാമത്തെ പടി ചവിട്ടിയിട്ട് കുടിഞ്ഞു നിൽക്കാനല്ല എന്റെ അടുത്ത് പറഞ്ഞത്. ഏക്കപ്പേ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി, മദ്യപാനത്തിന്റെ ചെളിക്കുണ്ടി കിടക്കുന്ന നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ 12 പടി അടങ്ങിയ ഒരു ഏണി ഇറക്കി തന്നു. നീ ഒന്നാമത്തെ പടിയിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ പടിയിൽ ചവിട്ടി. എന്നിട്ട് അവിടെ ചവിട്ടിയിട്ട് കുനിഞ്ഞു നിൽക്കണ്ട, ആ ഏണി ചവിട്ടിയിട്ട് നീ മുകളിലോട്ട് നോക്ക്. ആ മുകളിലേക്ക് നോക്കിയപ്പോ മുകളിലേക്കുള്ള വഴി കിടക്കുന്നു. എന്നിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങൾ ഈ ചെളിക്കുണ്ടിന്ന് മുകളിലേക്ക് കയറിയത്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ജൂൺ 2 എഴുതി വെച്ചിരിക്കുന്നത് ഒറ്റ സെന്റൻസേ ഉള്ളൂ, ഞങ്ങൾ എടുത്ത പടികൾ ഇവയാണ്. ഹിയർ ആർ ദ സ്റ്റെപ്സ് വി ടുക്ക് എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇംഗ്ലീഷ് പുസ്തകത്തില്. ഈ മീറ്റിംഗില് പണ്ഡിതന്മാര്, നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ, പഴമക്കാര് ഇരിപ്പുണ്ട്. അവര് എന്നോട് പറഞ്ഞു തന്നത് ഇതാണ്, ഞങ്ങൾ ഈ ചെളിക്കുണ്ടിന്ന് കയറിപ്പോവാൻ ഞങ്ങൾ എടുത്ത പടികൾ ഇവയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് പേജ് 58. എനിക്ക് ആ പാരഗ്രാഫ് വായിക്കാതെ പോകാൻ നിവൃത്തിയില്ല. ഈ വാക്കുകളാണ് 12 പടികളിലേക്ക് നയിക്കുക. അവയുടെ ലാളിത്യത്തിലൂടെ, അവയുടെ ശരിയെ പറ്റിയുടെ എല്ലാം താത്വികവും മാനസികവുമായ വിചിന്തനങ്ങൾ അപ്പാടെ തൂത്തെറിയുന്നു. അവ ഞാൻ എന്തു ചെയ്തു എന്ന് പറയുന്നു. ഞാൻ പടികൾ ചെയ്തു, ഫലം സുബോധാവസ്ഥയായിരുന്നു. എനിക്ക് മുമ്പേ പോയവർ പോയ അതേ വഴിയെ ഞാനും പോകണമെന്ന് ഈ വാക്കുകൾ അർത്ഥമാക്കുന്നില്ല. നോക്കണേ, ആരെയും അനുകരിക്കണ്ട. എനിക്ക് സുബോധവാനാകാൻ ഒരു വഴിയുണ്ട്, ഞാൻ കണ്ടുപിടിക്കേണ്ടത് ആ വഴിയാണ് എന്ന് അർത്ഥമാക്കുന്നു. ഇതൊരു പുതിയ വഴിയാണ്. ഈ വഴി അങ്ങ് മലമുകളിലുള്ള നിത്യപ്രകാശത്തിലേക്ക് നയിക്കുന്നു. കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. അന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ അവൻ കാഴ്ചയിലേക്ക് ഉണരുന്നെന്ന്. അങ്ങ് മലമുകളിലുള്ള നിത്യപ്രകാശത്തിലേക്ക് ഈ വഴി നയിക്കുന്നു. ഒഴിവാക്കേണ്ട ഗർത്തങ്ങളെക്കുറിച്ചും പടികൾ എന്നെ ഉപദേശിക്കുന്നു. എന്റെ ആത്മാവിന്റെ ഏകാന്ത യാത്രയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എനിക്ക് ആവശ്യമായി വരുന്ന പണിയായുധങ്ങൾ അവ എനിക്ക് നൽകുന്നു. ഞാൻ ഈ വാക്കുകളുടെ അർത്ഥം എന്റെ ചങ്കിനകത്ത് മനസ്സിലാക്കുന്നു. എന്റെ ആത്മാവിന്റെ ഏകാന്ത യാത്രകളിൽ ഞാനും ദൈവവുമായിട്ട് എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് എന്റെ നെഞ്ചിലടിച്ച് ഞാൻ എന്റെ വലിയ ശക്തിയുടെ മുമ്പിൽ എന്റെ പല പടികളിലും 4, 5, 8, 9 എല്ലാം ഞാൻ നിലവിളിച്ചു പോകേണ്ട അവസ്ഥ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള
വ്യത്യസ്തമായിട്ടുള്ള ഈ യാത്രയുടെ ഭാഗങ്ങളിൽ എനിക്ക് ആവശ്യമായിട്ട് വരുന്ന പണിയായുധങ്ങൾ എനിക്ക് തരുന്നു. ഈ യാത്രയെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും ഞാൻ പങ്കുവയ്ക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒന്നാമത്തെ പടിയെക്കുറിച്ച് അവിടെ പറഞ്ഞു. ജൂൺ 2 ആ പടികൾ എടുത്ത മുകളിലേക്കുള്ള വഴി ആ പടികളാണെന്ന് പറഞ്ഞു. അതൊരു യാത്രയായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 1 മുതൽ 12 വരെയുള്ള പടികളിലൂടെയുള്ള സുബോധത്തിന്റെ വഴി അതൊരു യാത്രയാണ്. മരണം വരെ തുടരുന്ന, ഓരോ ദിവസം എന്നുള്ള കണക്കിൽ തുടരുന്ന, ഒൺ ഡേ അറ്റ് എ ടൈം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ആ കൂട്ടത്തിൽ ചേർന്നുകൊണ്ടുള്ള ഒരു യാത്ര. അടുത്ത ഈ പ്രതിദിന മനനത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ വേണ്ടി എടുത്തിട്ടുള്ള ഓഗസ്റ്റ് 5 ഒരു പ്രതിദിന മനനം. ഓഗസ്റ്റ് 5 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഗസ്റ്റ് 5 അതില് ആ തലക്കെട്ട് ആഴമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആഴമായി ശ്രദ്ധിക്കുക. അപ്പോ ഞങ്ങൾ എന്നുള്ള വാക്കിൽ വന്നു, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങളെന്ന് വന്നു. പടികളെ കുറിച്ചുള്ള പടികളിൽ ഞാൻ കാലെടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 5 ആഴമായി ശ്രദ്ധിക്കുക. അതിലെഴുതിയിരിക്കുന്നത് അത് വായിക്കാതെ പോകാൻ നിവൃത്തിയില്ല. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയെന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവകാശത്തിന് വേണ്ടി എത്ര വീറും വാശിയും നാം കാണിക്കുന്നു. അപ്പോ തന്നിഷ്ടപ്രകാരം ജീവിച്ചതാണ്. തന്നിഷ്ടപ്രകാരം ജീവിച്ചത്. ആൽക്കഹോളിക്സ് അനോണിമസില് വന്ന് ഈ പ്രതിദിന മനനങ്ങള് വായിക്കാനും പടികൾ പരിശീലിക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാട് സ്വീകരിക്കാനും എന്റെ അന്ധത മാറ്റാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമീപനം ആഴമായി ശ്രദ്ധിക്കുക. വെറുതെ കേട്ടാ പോരാ, ഡീപ്പ് ലിസണിങ്. ഡീപ്പ് ലിസണിങ്. അപ്പോ അതിനെക്കുറിച്ച് ഒരു അംഗം പറയുന്നത് എനിക്ക് നന്നായിട്ട് ഗുണമുള്ളതായിട്ട് തോന്നി. അത് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് വേണ്ടി തന്നെ സംവിധാനം ചെയ്തവരുടെ ഉപദേശം ഞാൻ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണെങ്കിൽ ഒരു ഓപ്ഷനാണ്. എന്റെ തന്നിഷ്ടപ്രകാരം പോയ ഗോവിന്ദ ഗോവിന്ദ. ഈ പ്രോഗ്രാം തങ്ങൾക്ക് വേണ്ടി തന്നെ സംവിധാനം ചെയ്തവരുടെ ഉപദേശം ഞാൻ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണെങ്കിൽ പഴയതിന്റെ കുറവുകളെ ഇല്ലാതാക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നു. ചില പ്രശ്നങ്ങൾ തനിയെ ഇല്ലാതാകും. എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചില പ്രശ്നങ്ങൾ തനിയെ ഇല്ലാതാകും. എന്നാൽ ചിലത് ക്ഷമയോടെ കൈകാര്യം ചെയ്യുകയും ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർ പങ്കുവെക്കുന്നത് ശ്രദ്ധയോടെ ശ്രവിക്കുമ്പോൾ, മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായമാകുന്നു. എനിക്ക് ഒരു കാര്യം, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു കാര്യം ഷെയർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് ഈ ഒരു ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ മിണ്ടാതെ പോയിരുന്ന് കേട്ടോണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. യു ഗോ ഐ കം എന്നൊക്കെ പറയാൻ അറിയാം. അതിൽ ഒരു സായിപ്പ് വന്നിട്ട്, തടിയ സായിപ്പ്, എനിക്ക് മറക്കാൻ പറ്റാത്ത, അയാൾ വലിയ തടിമാട ഒരു സായിപ്പ്, കുടവണ്ടിയൊക്കെ വെച്ചിട്ട് വന്നിരുന്നിട്ട് ഭയങ്കര തമാശയും. എന്നിട്ട് അയാൾ പറഞ്ഞ അയാളുടെ ഭാര്യ ഒരു ദിവസം അയാളുടെ ചെവിക്കുറ്റിയിലിട്ട് ഒരൊറ്റ അടി കൊടുത്തെന്ന്. അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞെന്ന്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ചാടി ഇറങ്ങി കാർ എടുത്തുകൊണ്ട്, ഗ്യാരേജിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് കുപ്പി വാങ്ങിക്കാൻ ബാറിലോട്ട് ഓടി. പോണ വഴി സ്പോൺസറെ വിളിച്ചെന്ന്. എന്നിട്ട് പറഞ്ഞ ആ ഭദ്രകാളി, അയാൾ ഇംഗ്ലീഷിൽ അതുപോലെ വിച്ചെന്ന എന്താണ് പറഞ്ഞത്, ആ ഭദ്രകാളി അവൾ എന്റെ ചെവിക്കുറ്റിയിൽ അടിച്ചു, ഞാൻ എന്ത് ചെയ്യണം എന്ന് സ്പോൺസറിന്റെ അടുത്ത് ഇയാൾ ചോദിച്ചു പോലും. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് സ്പോൺസറിന്റെ ചോദിച്ചപ്പോൾ ആ സ്പോൺസർ ദുഷ്ടൻ ഇയാളുടെ അടുത്ത് പറഞ്ഞെന്ന് പോയി അവളുടെ അടുത്ത് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ. ഈ മനുഷ്യൻ അലറി, അവളെ എന്റെ പട്ടി പറയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും സ്പോൺസറിനെ തള്ളിക്കളഞ്ഞില്ല. ഇയാൾ തിരിച്ചു വന്നെന്ന് ഞാനിതെന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അയാള് തിരിച്ചു വന്നെന്ന് ആ ഗാരേജിൽ കാർ ഇട്ടിട്ട് ഇയാൾ അങ്ങോട്ട് ചെന്നപ്പം ആ ഭദ്രകാളിയായി നിന്ന ഭാര്യ കഥ തുറന്നു കൊടുത്തെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഈ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ അയാൾ കുടിച്ചിട്ടില്ലെന്ന് ഈ സ്ത്രീ മനസ്സിലാക്കി. ആ തടിയ സായിപ്പ് അത്ര നേരം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഷെയർ ചെയ്ത മനുഷ്യന്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറി. തിരുവനന്തപുരത്ത് ആ മീറ്റിംഗിൽ ഇരുന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ആ തടിയൻ സായിപ്പ് സഹോദരൻ ആ മീറ്റിംഗിൽ പറഞ്ഞു, പെണ്ണുമ്പിള്ള ഓടി വന്ന് ഇയാളെ കെട്ടിപ്പിടിച്ചു. ഇയാളും ഭാര്യയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കൂടെ കരഞ്ഞുകൊണ്ട് അവിടെ നിലത്തിരുന്നു. അവർ ആ അനുഭവത്തെ മറന്നു, പൊറുത്തു, മുന്നോട്ട് പോയി. അയാൾ അത് ഷെയർ ചെയ്യുമ്പോൾ 10-20 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു.
ഞാൻ എൻ്റെ എയിൽ വന്ന ശേഷം വിവാഹം കഴിച്ചു. അൺട്രീറ്റഡ് ആൽക്കഹോളിസം, പടികളൊന്നും പരിശീലിച്ചില്ല, വിവാഹം കഴിച്ചു. ഭാര്യ ഗർഭിണിയായിരുന്നു. അവൾ എൻ്റെ കൂടെ എല്ലാ ദിവസവും കിടക്കാത്തത് കൊണ്ട് ഞാൻ സത്യം നിങ്ങളോട് പറയാം, എല്ലാ ദിവസവും സെക്സ് അവളുമായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ദേഷ്യം. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അവളുമായിട്ട് വഴക്ക് കൂടുന്നു, അവളെ തല്ലുന്നു. പിറ്റേ ദിവസം ആ സ്ത്രീ രാവിലെ വെളുപ്പിന് 5 മണിക്ക് പിന്നെയും വഴക്ക് ഞാൻ ഉണ്ടാക്കുന്നു. അവരെന്റെ ചെകുപ്പിക്ക് ഒരു ഒറ്റ അടി അടിച്ചു. ആ സ്ത്രീക്ക് കാഴ്ചയില്ല. എന്നെ മുഖത്തടിച്ച സ്ത്രീക്ക്, എൻ്റെ ഭാര്യയ്ക്ക് കാഴ്ചയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് ആദ്യം തീരുമാനിച്ചു, തമ്പാനൂര് ഒരു ബ്രാൻഡി കടയിൽ പോകണം, കുപ്പി വാങ്ങിക്കണം, കുടിക്കണം, എന്നിട്ട് ഇവളുടെ റിബ്സ് ഇടിച്ചൊടിക്കണം, ഇവളെ ആശുപത്രിയിൽ ഇടണം, അവളുടെ അച്ഛനും അമ്മയും ചീത്ത വിളിക്കണം, നാറ്റിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ ആഴമായിട്ട് ഈ അംഗത്തിന്, ഈ സഹോദരനെ ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് ഇടിമിന്നൽ പോലെ എന്റെ മനസ്സിൽ വന്നു, എടാ, ഭാര്യയുടെ ചെവിക്കുറ്റിയിൽ അവൾ അടിച്ച അടി വാങ്ങിക്കുന്ന ആദ്യത്തെ അംഗം ഞാനല്ല, ആ സായിപ്പിനെ അടിച്ചിട്ടുണ്ട്. അയാൾ പോയി കുടിച്ചില്ല. ഞാൻ പുലർച്ചെ 5 മണിക്ക് എൻ്റെ കൊച്ചു വീട്ടിലെ കസേരയിൽ ഞാൻ തളർന്നിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അടുക്കളയിൽ നിന്ന് എൻ്റെ ഭാര്യ അടുത്ത് വന്നു. അവൾ പറഞ്ഞു, പോട്ട്, നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് മക്കളൊന്നും ഇല്ലല്ലോ, ഞാനല്ലേ, നിങ്ങൾ ക്ഷമിക്ക് മനുഷ്യാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് വിഷമം വന്ന് ഞാൻ കരഞ്ഞു, അവളും കരഞ്ഞു. ഈ ഡെയിലി റിഫ്ലക്ഷനിൽ ഈ ഷെയറിങ്ങുകൾ ശ്രദ്ധിച്ചാൽ എന്താണ് അതിന്റെ അനുഭവം എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സത്യമാണെന്ന് ഞാൻ പിൽക്കാലത്ത് മനസ്സിലാക്കി. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, മറ്റുള്ളവർ പങ്കുവെക്കുന്നത് ശ്രദ്ധയോടെ ശ്രവിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായമാകുന്നു. എടുത്തു ചാടിയുള്ള പ്രവർത്തനം ഒഴിവാക്കുക. എന്നെ പോലെ നിരാശനായ ഒരു മദ്യപാനിക്ക് എയിലെ ഒരു അംഗത്തെ വിളിക്കുന്നതും മീറ്റിംഗിൽ പങ്കെടുക്കുന്നതും ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രശ്നങ്ങളെ മറ്റ് അംഗങ്ങളുമായോ സ്പോൺസറുമായോ പങ്കുവയ്ക്കുന്നതും കാര്യങ്ങളുടെ ഗൗരവത്തെ ലഘൂകരിക്കാൻ ഉതകുന്നു. സ്വഭാവ വൈകല്യങ്ങളെ കണ്ടെത്തുകയും അതെങ്ങനെ എനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോ ഈ 3 ഷെയറിങ്ങുകൾ, അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളുടെ ഭാഗമായിട്ട് ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ സഹായിക്കുന്നു. ഞാൻ ഇപ്പൊ സമയം 9:25 ഞാനൊരു 9:30 എന്റെ ഷെയറിങ് അവസാനിപ്പിക്കാം. ഈ മുഴുവൻ ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരുന്ന പോലെ മുഴുവനും എനിക്ക് അവതരിപ്പിക്കാനുള്ള സമയമില്ല. എങ്കിലും കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ ഷെയർ ചെയ്യുന്നതും അത് മറ്റുള്ളവർക്ക് അരോചകമാവും, ബോറിംഗ് ആവും. അപ്പൊ ജനുവരി 1 തുടങ്ങി 31 വരെ ഇതിലെ 1ാമത്തെ പടിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫെബ്രുവരി മാസം 1 എടുക്കുമ്പോൾ, ഫെബ്രുവരി മാസം അതില് 1ാമത്തെ മാസത്തെ ഫെബ്രുവരി മാസം 1 തന്നെ ഇതിന്റെ ഡെയിലി റിഫ്ലക്ഷനിൽ വിശ്വാസത്തിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വിശ്വാസത്തിലേക്കുള്ള വഴിയല്ല, ഫെബ്രുവരി 1 ലക്ഷ്യം സുബോധം. അതിന്റെ അവിടെ മുതൽ 2ാമത്തെ പടി മൃദുവായും വളരെ സാവധാനത്തിലും. അപ്പോ ഫെബ്രുവരി മാസം 2ാമത്തെ പടിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ വന്നു. മാർച്ച് മാസം ഡെയിലി റിഫ്ലക്ഷന്റെ മാർച്ച് മാസം 1-ാം തീയതി എടുക്കുമ്പോ, മാർച്ച് മാസം 1 മറിച്ചെടുക്കുമ്പോ അവിടെ മാർച്ച് 1 ഇത് പ്രവർത്തിക്കുന്നു. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 3ാമത്തെ പടിയെ കുറിച്ചുള്ള 3ാമത്തെ പടിയിൽ ഇത് പ്രവർത്തിക്കുന്നു. അതില് ദൈവം എന്നുള്ള ആശയം, അതില് മാർച്ച് മാസം 15-ാം തീയതി ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അന്ധനായിട്ടുള്ള, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. മാർച്ച് മാസം 15-ാം തീയതി ഉള്ള ദൈവം എന്നുള്ള ആശയം, 3ാമത്തെ പടിയെ കുറിച്ചൊക്കെ ഉള്ള അവിടെ ആ ഡെയിലി റിഫ്ലക്ഷനിൽ ഒരു അംഗം ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ തൊട്ടൊരു വാക്കാണ്. മാർച്ച് 15 ദൈവം എന്ന ആശയം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 51 പേജിൽ നിന്ന് എടുത്തിരിക്കുന്നു. അതിന് ഒരു അംഗം ഷെയർ ചെയ്തിരിക്കുന്നത് തുടക്കം ഇങ്ങനെയാണ്: അന്ധനായ ഒരു മനുഷ്യൻ കാഴ്ചയിലേക്ക് മടങ്ങുന്നത് പോലെ ഞാൻ സാവധാനം 3-ാം പടിയിലേക്ക് കടന്നു. എനിക്ക് ഇതിൽ കൂടുതൽ ഒരു ആശ്വാസം, ഞാൻ പടികൾ, അയ്യോ എനിക്ക് മനസ്സിലാകുന്ന പടികൾ ചെയ്യാൻ എനിക്ക് സ്പീഡില്ല, പടികളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അയ്യോ ഞാൻ എങ്ങനെ കുടി നിർത്തും, ഇത്തരത്തിലുള്ള എന്റെ പേടികളെല്ലാം മാറ്റിയത്. നോക്കൂ, അന്ധനായ ഒരു മനുഷ്യൻ കാഴ്ചയിലേക്ക് മടങ്ങുന്നത് പോലെ ഞാൻ സാവധാനം 3-ാം പടിയിലേക്ക് കടന്നു.
അതിനെ തുടർന്ന് മനോഹരമായിട്ടുള്ള ബാക്കി ഷെയറിങ് ആ പേജിൽ തന്നെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 4-ാം പടിയെ കുറിച്ച് വരുമ്പോഴത്തേക്ക് ഏപ്രിൽ 1-ാം തീയതി ഉള്ളിലേക്ക് നോക്കുക. ഏപ്രിൽ 1-ാം തീയതി അതിന്റെ ഒരു 7 അംഗത്തിന്റെ വിശദീകരണം ആരംഭിക്കുന്നതിന് 4-ാം പടി നാം ഓരോരുത്തരിലുമുള്ള ഇരണ ബാധ്യതകളെ കണ്ടുപിടിക്കാനുള്ള, അത് നമ്മുടെ കയ്യിൽ ഈ പുസ്തകമുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഉള്ളിലേക്ക് നോക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ 8-ാം തീയതി ഉള്ളിലേക്ക് ഒരു നോട്ടം, ആൻ ഇൻസൈഡ് ലുക്ക് എന്നാണ്. ഏപ്രിൽ 10-ാം തീയതി വളർച്ച. ഏപ്രിൽ 13-ാം തീയതി സ്വയം സഹതാപത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ഏപ്രിൽ 14-ാം തീയതി ഒന്നാമത്തെ ശത്രു വിദ്വേഷമാണെന്നുള്ള ഒരു അറിവ്. ഏപ്രിൽ 18-ാം തീയതി എപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസില് ഈ കടുത്ത സത്യസന്ധത എന്നുള്ള വാക്ക് എപ്പോഴും വരുന്നതാണ്. അത് ഏപ്രിൽ 18-ാം തീയതി ഉള്ള ഡെയിലി റിഫ്ലക്ഷനിൽ പേജ് 117 ഈ സത്യസന്ധത എന്നുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ആസ് ബിൽ സീസ് ഇറ്റ് എന്ന ബില്ലിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്ന ഒരു പുസ്തകത്തില് ഈ സത്യസന്ധതയ്ക്ക് മറ്റൊരു ആംഗിൾ കൊടുത്തിരിക്കും. ഈ നാം മറ്റൊരാളോട് സത്യസന്ധനായിരിക്കുമ്പോൾ നമ്മളോടും ദൈവത്തോടും സത്യസന്ധനായിരിക്കും. പോരെ, നാം മറ്റൊരാളോട് സത്യസന്ധനായിരിക്കുമ്പോൾ നമ്മളോടും ദൈവത്തോടും സത്യസന്ധരായിരിക്കുന്നു. അപ്പോ അതിനെക്കുറിച്ചുള്ള വിശദീകരണം ആ ഏപ്രിൽ 18-ലുണ്ട്. അത് സ്വയം ഒന്ന് വായിച്ചു നോക്കാനും സ്വന്തമായിട്ടുള്ള നിഗമനങ്ങളിൽ എത്താനും കഴിഞ്ഞ അത് വളരെ വളരെ രസകരമാണ്. എന്നെ വളരെ അസ്വസ്ഥനാക്കിയിരുന്ന ഒരു വാക്കാണ് സത്യസന്ധത. ആ സത്യസന്ധൻ മറ്റൊരാളിന്റെ അടുത്ത് ഞാൻ സത്യസന്ധനാവുമ്പോൾ എന്നോട് ദൈവത്തോടും സത്യസന്ധനാവുമെന്ന് ഒരു ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ 19 ഡെയിലി റിഫ്ലക്ഷൻ, അതിന്റെ ഹെഡിങ് വൈകല്യങ്ങളിൽ സഹോദരൻ എന്നാണ്. അതിന്റെ ഏറ്റവും താഴെയുള്ള ഒരു 7 അംഗത്തിന്റെ ഷെയറിങ്, കൂട്ടായ്മയും ദൈവവും എങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധിക്കണം എന്നെ പഠിപ്പിച്ചു. നോക്കണേ, ഞാൻ എന്നിൽ തന്നെ കേന്ദ്രീകൃതനായിട്ടുള്ള ഒരു കുടിയനായിരുന്നപ്പോ ആൽക്കഹോളിക്സ് അനോണിമസ് ഏപ്രിൽ 19-ാം തീയതി ഉള്ള ഡെയിലി റിഫ്ലക്ഷനിൽ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയും ദൈവവും എങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധിക്കണം എന്നെ പഠിപ്പിച്ചു. ഈ ക്ലാസ് മുറികളിൽ അങ്ങനെ ഒരു പഠനവും കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നു. എന്തായാലും ഏപ്രിൽ 21-ാം തീയതി വിശ്വാസത്തിനെ കുറിച്ച് അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ മെയ് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് 5-ാമത്തെ പടി. മെയ് 1-ല് കൃത്യമായിട്ട് ഓരോ മാസത്തിന്റെ ആരംഭത്തില് മെയ് 1 ആകുമ്പോഴത്തേക്ക് 5-ാമത്തെ പടിയിലേക്ക് എത്തി. ഞങ്ങളുടെ തെറ്റുകൾ ദൈവത്തോടും സ്വന്തമായും വേറൊരു വ്യക്തിയോടും ഞങ്ങൾ കൃത്യമായി ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ 5-ാമത്തെ പടിയെക്കുറിച്ച് ആ മാസം ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഷെയറിങ്ങിലുണ്ട്. മെയ് 3-ന് വീട് വൃത്തിയാക്കുക എന്നുള്ളൊരു ആശയം, മെയ് 8-ന് ഒരു വിശ്രമസ്ഥാനം. മനോഹരമായിട്ട് 5-ാമത്തെ പടിയെക്കുറിച്ച് മെയ് 16 ഞങ്ങൾ ക്ഷമിക്കുന്നു. അത് മെയ് 16-ന്റെ ഡെയിലി റിഫ്ലക്ഷൻ വളരെ അർത്ഥപൂർണമായിട്ട് എനിക്ക് തോന്നി. അതില് 5-ാമത്തെ പടി എന്തിന് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു സംശയമുണ്ട്. അതില് വളരെ വ്യക്തമായിട്ട് 12 പടികളിലും പാരമ്പര്യങ്ങളിലും എടുത്ത ഒരു കൊച്ചു വാചകം കൊടുത്തിരിക്കുന്നത്, മാപ്പ് സ്വീകരിക്കാനും കൊടുക്കുവാനും ഞങ്ങൾക്കാവുമെന്നുള്ള ആന്തരിക അറിവുണ്ടായത് 5-ാമത്തെ പടി കൈകാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ മാത്രമാണ്. അത് ഈ മാപ്പ് നൽകലെന്ന് പറയുമ്പോ സ്വന്തം ഹൃദയത്തിലെ മുറിവുകൾ ക്ഷമിക്കുക എന്നാണ്. ആ മുറിവുകൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ലേ, ഹൃദയം കൊണ്ട് ക്ഷമിക്കണം. അങ്ങനെ ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിക്കുന്നത് ഏറ്റുപറച്ചിലൂടെയാണ്. ദൈവത്തിനോട് ഒറ്റയ്ക്ക് പറയുന്നതല്ല, മറ്റൊരു മനുഷ്യനോടും. അത് 5-ാമത്തെ പടിയില് ഈ മെയ് 16-ൽ അത് വളരെ വ്യക്തമായിട്ട് ആ ഒരു കാഴ്ചപ്പാട് തന്നിരിക്കുന്നു. അപ്പോ മെയ് മാസത്തെ ആ ഒരു മെയ് കഴിഞ്ഞ് ജൂൺ വരുമ്പോഴത്തേക്ക് 6-ാമത്തെ പടിയെ കുറിച്ചാണ്. ഈ മെയ് 27-ാം തീയതി മനോഹരമായിട്ട് എനിക്ക് ഗുണം ചെയ്ത ഒരു ഷെയറിങ്, ഈ തെറ്റിനെ പറ്റി അതിഭാവുകത്വം വേണ്ട. ഓരോ ദിവസവും ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇരുന്ന് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ മറ്റത് ചെയ്തു എന്ന് ഞാൻ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓരോ ദിവസവും ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് അല്പാൽപമായി നാം അടുക്കുന്നു. അതിനാൽ നമ്മുടെ തെറ്റുകളെ കുറിച്ചുള്ള ഭാവചപലതയിൽ നാം എരിയേണ്ട ആവശ്യമില്ല. ആസ് ബിൽ സീസ് ഇറ്റ്, ബില്ലിന്റെ കാഴ്ചപ്പാട് പേജ് 15.
അതിലെ ഒരു അംഗം, അയാളൊക്കെ തൊഴണം. അയാൾ എഴുതി വെച്ചിരിക്കുന്ന അയാളുടെ ഷെയറിങ്, പട്ടാള നിയമമല്ല, അത് സ്വാതന്ത്ര്യം പ്രാധാന്യം ചെയ്യുന്നു. കുറവുകളുടെ മേൽ കണ്ണീരൊഴുക്കുകയല്ല, മറിച്ച് അധ്വാനപൂർണമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നു. പ്രായശ്ചിത്തമല്ല, അത് മുക്തിയാണ്. ഇന്നത്തെയും കഴിഞ്ഞ കാലത്തെയും പാപങ്ങളെ ഓർത്ത് പരിതപിക്കലല്ല. എന്നിട്ടോ ഇന്നത്തെ എന്റെ പുരോഗതിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ്, ഞാൻ എന്റെ പേരിന്നതാണ്, ഞാൻ അംഗമാണ്, ഈശ്വരന്റെയും യുടെ സഹായം കൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല എന്ന് ഒരംഗം ഒരു ഗ്രൂപ്പിൽ പറയുമ്പോ അവൻ അറിയാതെ തന്നെ ദൈവത്തെ സ്തുതിക്കലാണ്. കാരണം ഇന്നത്തെ ദിവസത്തെ കുടിച്ചിട്ടില്ല എന്നുള്ള ദൈവത്തിന്റെ ദാനത്തെ ഓർത്ത് അതൊരു ഡിക്ലറേഷനാണ്, ദൈവത്തിന്റെ അടുത്തുള്ള ഒരു സ്തുതിയാണ്. ഇത് മെയ് 27 അത് ഒന്ന് എന്നെ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നു. 5-ാമത്തെ പടിയുടെ ആ മാസം മുഴുവനും 5-ാമത്തെ പടിയുടെ വിവിധ വശങ്ങളെ കുറിച്ചുള്ള കാര്യമാണ്. ഈ പുസ്തകത്തില് ഓരോ ദിവസമായിട്ട് കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടുകയാണ്. അടുത്ത ജൂലൈ മാസം വരുമ്പോഴത്തേക്ക്, ജൂൺ മാസം വരുമ്പോഴത്തേക്ക് അത് 6-ാമത്തെ പടിയാണ്. അതില് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പറക്കലും പ്രാർത്ഥനയും. ജൂൺ 3-ാം തീയതിയുള്ള ഒരു ഷെയറിങ്, ഒരു പറക്കലും ഒരു പ്രാർത്ഥനയും. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ജൂൺ മാസമായപ്പോൾ 6-ാമത്തെ പടി, അപ്പോൾ ഞങ്ങൾ 6-ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ 1 മുതൽ 12 വരെയുള്ള പടികളെ കുറിച്ചാണ് ഇന്ന്. അതിലൂടെ ഇതിൽ ഒരുപാട് വേർഷൻസ്, കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ ആ പടികളുടെ കാര്യം മാത്രമാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ ഉള്ളത്. അപ്പൊ അതിൽ 6-ാമത്തെ പടിയെ കുറിച്ച്, അതില് എന്റെ മദ്യപാനം ഒഴിച്ചുള്ള സ്വഭാവ വൈകല്യങ്ങളെ വിട്ടുകളയാനും അതിന് ആഗ്രഹം വളരെ അനിവാര്യമാണ്. അപ്പൊ എന്തിന് ഞാൻ സിഗരറ്റ് വലിയായാലും, പെണ്ണുപിടുത്തമായാലും, കള്ളം പറച്ചിലായാലും, മറ്റുള്ളവരെ ചതിക്കലായാലും, വലിയവൻ കളിയായാലും, എന്റെയൊക്കെ കാര്യത്തില് എനിക്കിപ്പോ തുറന്നു പറയാൻ, ഇതൊരു ക്ലോസ്ഡ് മീറ്റിംഗ് ആയതുകൊണ്ട് ഇത് ക്ലോസ്ഡ് മീറ്റിംഗ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. പോട്ടെ, ഞാൻ അത്തരം കുറച്ചുകൂടെ വളരെ ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്കറിയില്ല ആരൊക്കെ ഉണ്ടെന്ന് ഇതിനകത്ത്. അപ്പോ മദ്യപാനം അല്ലാതെ ഞാൻ അടിമയായിട്ടിരുന്ന പല സ്വകാര്യ വൈകൃതങ്ങളുണ്ട്. അതിൽ ലൈംഗിക മേഖലയിൽ അടക്കം പലതും. അതെല്ലാം വിട്ടുകളയണം. 6-ാമത്തെ പടിയില് അതൊക്കെ വിട്ടുകളയണം. അതിന് എനിക്ക് ആഗ്രഹം വേണം. അത് എന്തിനങ്ങനെ ചെയ്യണം? ആരും അറിയുന്നില്ലല്ലോ. ഇപ്പൊ വലി നിർത്തിയത്, സിഗരറ്റ് വലി നിർത്തിയത് 10 പേര് അറിയുന്നു, കുടി നിർത്തിയത് 10 പേര് അറിയുന്നു. എനിക്കൊരു സ്പോൺസർ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതും എനിക്ക് സ്പോൺസർ ഉണ്ടെന്ന് അറിയുന്നു. ഞാൻ 4-ാമത്തെ പടി എഴുതുന്നു, സ്പോൺസർ കാണുന്നു. 5-ാമത്തെ പടി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ 10 പേരെ കാണിക്കാനുള്ള എന്റെ പ്രദർശന പരതയുണ്ട്. 10 പേരെ അറിയിക്കണം. ഞാൻ എന്ത് ചെയ്താലും 10 പേരെ അറിയിക്കണം. 10 പേര് കാഴ്ചയ്ക്ക് വേണം, 10 പേര് കൈയടിക്കണം. ഈ പ്രദർശന പരത, അത് ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ കൈയടി, മറ്റുള്ളവരുടെ ഇതൊക്കെ വലിയവൻ കളി, ഡു ഗുഡ്ഡിസ്, ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനെയൊക്കെ മാറ്റണമെങ്കിൽ ആഗ്രഹം വേണം. എന്തിന് ആഗ്രഹം? എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇവിടെ ഒരു കഥ പറയാൻ. അപ്പോ ഒരു ദിവസം ഈ ഷെയർ ചെയ്ത അംഗം, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ അക്ഷരത്തിൽ തന്നെ വായിക്കാം. 4-5 പടികൾ വിഷമമേറിയതാണെങ്കിലും വിലയേറിയതാണ്. 6-ാം പടിയിൽ ഞാൻ അസ്വസ്ഥനായപ്പോൾ ഞാൻ ബിഗ് ബുക്കിലെ ഈ ഭാഗം വായിക്കുന്നു. ഞാൻ പുറത്തിറങ്ങി മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ പക്ഷി ആകാശത്ത് ഉയരുന്നു കണ്ടു. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഒരു പരുന്ത്, കഴുകൻ, അങ്ങനെ കാറ്റടിച്ചപ്പോ ആ കാറ്റിന് അതിന്റെ ചെറുകുകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറന്ന് ഉയർന്ന് ആ കാറ്റടിക്കുന്നതിന്റെ കൂടെ പല സർക്കസുകളും കാണിച്ചുകൊണ്ട് അങ്ങ് ഉയർത്തി പറക്കുന്നു. എന്നിട്ട് ഈ ഷെയർ ചെയ്ത അംഗം പറയുന്നത്, ഈ ഒരു സ്വന്തം ശക്തി ഉപയോഗിച്ച് ഒരു കാക്കയെ പോലത്തെ ഒരു പക്ഷി, കാര്യം കാക്ക കാറ്റിന് ചിറകൊന്നും വിട്ടുകൊടുക്കില്ല. കാക്ക സ്വന്തം ശക്തി വെച്ച് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഒരു വാഴയുടെ ഇലയിലൊക്കെ പോയിരിക്കും, പ്ലാവിൽ പോയിരിക്കും, മാവിൽ പോയിരിക്കും, താഴെഞ്ഞു വരും. അത് സ്വന്തം ശക്തി ഉപയോഗിച്ച് പറക്കുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ കഴുകൻ ആ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് വിട്ടുകൊടുത്തപ്പോൾ അതിന് ഉയരങ്ങളിൽ പോകാനും പല സർക്കസുകൾ കാണിക്കാനും പറ്റി. എന്നിട്ട് ഇവിടെ പറയുന്നത്, തന്റെ തന്നെ ശക്തിയിൽ വിശ്വസിച്ച് പറന്നിരുന്നെങ്കിൽ ആ ഉയർന്നു പറന്ന പരുന്തിന് സ്വതന്ത്രമായ പറക്കൽ അസാധ്യമാകുമായിരുന്നു. ഈ ഉൾക്കാഴ്ച 7-ാം പടിയുടെ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ട സന്മനസ് എനിക്ക് നൽകി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. 7-ാം പടി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മാത്രമാണ്. ആ 7-ാം പടിയിലെ പ്രാർത്ഥനയിൽ എന്നെ എപ്പോഴും തൊട്ടത് വിനയപൂർവം എന്നൊരു ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത, എന്റെ ഈ കുറവുകൾ മാറ്റാൻ
ഹംബ്ലി ആസ്ക്ഡ് എന്നാണ്, വിനയപൂർവം. അപ്പൊ ഓരോ സാഹചര്യത്തിലും ദൈവേഷ്ടം അറിയുക. ഞാനിത് ഈ ജൂൺ 3-ാം തീയതി ഒരു പറക്കലും പ്രാർത്ഥനയും അതിലെ പരുന്തും കാക്കയും എന്നൊക്കെയുള്ള എന്റെ കാഴ്ചപ്പാടുകൾ അത് ഓരോരുത്തരുടെ ഞാൻ വായിക്കാൻ അപേക്ഷിക്കുക. മനോഹരമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ എനിക്ക് പരുന്താവണോ, അതോ എനിക്ക് പ്ലാവിലും മാവിലും തെങ്ങിലും വാഴയുടെ ഇലയിലും ഇരിക്കുന്ന കാക്കയാവണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. എന്തായാലും ജൂൺ മാസത്തെ ജൂലൈ 4 പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, അതൊക്കെ കഴിഞ്ഞു. 7-ാമത്തെ പടിയെക്കുറിച്ച് ജൂലൈ 9 ഞാനൊരു ഉപകരണം എന്ന് പറയുന്ന ഒരു ഷെയറിങ്, അത് നിസ്സാരമല്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്ത ഒരു ഷെയറിങ്. ഞങ്ങളുടെ അപാകതകൾ മാറ്റുവാനായി ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചു. 7-ാമത്തെ പടിയാണ് ഈ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തില്. ആ 7-ാമത്തെ പടിയെക്കുറിച്ചുള്ള ആ എസ്സേയില് ഏകദേശം വിനയം എന്നുള്ള വാക്ക്, എളിമ എന്നുള്ള വാക്ക് 22 or 26 തവണ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു. ആ കൊച്ചു എസ്സേയിൽ 2 പുറങ്ങളിൽ തന്നെ വിനയം 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 എന്ന് എഴുതിയിരിക്കുന്നു. എന്തായാലും 7-ാമത്തെ പടിയെക്കുറിച്ചുള്ള ആ എളിമ എന്നുള്ള വാക്ക്, ആ ഒരു അംഗം ഇവിടെ ഷെയർ ചെയ്യുന്നത്, എളിമ എന്നത് ഏത് വൈഷമ്യമുള്ള, എളിമ എന്നാൽ വേണ്ടത്ര എന്നെപ്പറ്റി ചിന്തിക്കാതിരിക്കലല്ല, ഞാൻ ചില കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു എന്ന് അംഗീകരിക്കുന്നതും ഒരു അനുമോദനം സദയം സ്വീകരിക്കുന്നതിലും അതിൽപ്പെടും. ഇപ്പോ ഒരു ജോലി ചെയ്തു എന്റെ മേലുദ്യോഗസ്ഥൻ വെൽ ഡൺ ജേക്കബ് എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അതൊന്നും വേണ്ട സാറേ, ഞാൻ അങ്ങനെയുള്ള വേണ്ടാതീനൊന്നും വേണ്ട. ഒരാള് അഭിനന്ദിച്ചാൽ താങ്ക് യു എന്ന് തിരിച്ചു പറയാനുള്ള ഇതാണ് സെൽഫ് റെസ്പെക്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് തിരിച്ചു തരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് ദൈവത്തിന്റെ ആളുകൾ എന്ന നിലയിൽ മനുഷ്യന്റെ മുമ്പിൽ മുട്ടിലിടയാൻ പഠിപ്പിക്കുന്നില്ല. പ്രകാശത്തിൽ നിന്നുകൊണ്ട് എന്റെ നേട്ടങ്ങളിൽ ഞാൻ എങ്ങനെ അഹങ്കരിക്കും? എളിമ എന്നുള്ള പ്രകാശം ഞാനൊരു ഉപകരണം മാത്രം. അപ്പോ എന്റെ അപാകതകൾ മാറ്റുവാനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്നേഹവും സേവനവും എന്ന പ്രവൃത്തി കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചെയ്യാൻ കഴിയും. ലവ് ആൻഡ് സർവീസ്. അപ്പൊ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ആശയം തരുന്നു. എന്തായാലും ജൂലൈ മാസം 7-ാമത്തെ മാസം കഴിയുമ്പോഴത്തെ ഓഗസ്റ്റ് മാസം 8-ാമത്തെ പടി, അതിൽ ഞങ്ങൾ തയ്യാറാവുന്നു. സേവന തൽപരത. ഓഗസ്റ്റ് 16 ഞാൻ ഉപേക്ഷ വരുത്തി. അത് ഓഗസ്റ്റ് 16 തീയതിയുള്ള ഒരു ഡെയിലി റിഫ്ലക്ഷൻ. ഓഗസ്റ്റ് 16 8-ാമത്തെ പടിയെ കുറിച്ചുള്ളതാണ്. ദ്രോഹിച്ചവരുടെ ഒരു പട്ടിക. മറ്റുള്ളവരെ ദ്രോഹിച്ചു എന്ന് നാം പറയുമ്പോൾ എന്താണ് നാം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മനോഹരമായിട്ട് അംഗം അദ്ദേഹം പറയുന്നത്, യഥാർത്ഥത്തിൽ അധികം ആളുകളെ ദ്രോഹിച്ചിട്ടില്ല എന്ന നിഗമനത്തിൽ 8-ാം പടി മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഞാൻ എഴുതിയ ലിസ്റ്റ് അത്ര ചെറുതായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ 8-ാമത്തെ പടിയുടെ ലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ പേജിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ ഇത് മുഴുവനും വായിക്കാത്തത്, എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാവരും പ്രതിദിന മനനങ്ങൾ കയ്യിലുണ്ടാവും. നാളെ മുതൽ ഓരോ ദിവസവും വായിക്കുമ്പോൾ ഇത് ഒരു ആഴമേറിയ ശ്രദ്ധയോടുകൂടി വായിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഓഗസ്റ്റ് മാസത്തെ ഡെയിലി റിഫ്ലക്ഷൻ 8-ാമത്തെ പടി. സെപ്റ്റംബർ മാസം 9-ാമത്തെ പടിയെ കുറിച്ച് ഈ സെപ്റ്റംബർ 3 ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക. സെപ്റ്റംബർ 3 പേജ് എടുക്കുമ്പോൾ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക. അതിലെ ഒരു അംഗം ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 9-ാം പടിയെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ശാരീരിക സുബോധം മാത്രം മതി എന്ന് ഞാൻ കാണുന്നു. സുബോധം ലഭിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന പ്രതീക്ഷയില്ലായ്മ ഞാൻ ഓർക്കേണ്ടിയിരിക്കുന്നു. സുബോധത്തിന് വേണ്ടി എത്ര ദൂരം പോകാൻ ഞാൻ തയ്യാറായിരുന്നു. എന്റെ ചുറ്റുമുള്ളവർക്ക് എന്റെ ശാരീരിക സുബോധം മാത്രം പോരാ. കാരണം ഞാൻ സ്നേഹിക്കുന്നവർക്കും എന്റെ കുടുംബത്തിന് ഒരു നവജീവിതം കൊടുക്കാൻ ദൈവദാനങ്ങൾ ഉപയോഗിക്കുന്നെന്ന് ഞാൻ കാണണം. അപ്പോ 9-ാമത്തെ പടിയെ കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ ആ മാസം എഴുതുന്നു. ഒക്ടോബർ 10-ാമത്തെ പടി. ഒക്ടോബർ 10 വരുമ്പോഴത്തേക്ക് ഒക്ടോബർ 1-ാം തീയതി തന്നെ, ഒക്ടോബർ 1-ാം തീയതിയുള്ള ഡെയിലി റിഫ്ലക്ഷൻ എടുക്കുമ്പോ അതില് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, അത് 10-ാമത്തെ പടിയെ കുറിച്ചാണ്. അതിലൊരു അംഗം ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്,
ഇവിടെ ഞാൻ സാവധാനത്തിൽ അലസനായിപ്പോയാൽ അവിടെ എഴുതിയിരിക്കുന്നത് പരിഹാരത്തിന് പകരം ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യത്തെ 9 പടികൾ കഴിഞ്ഞു. കഴിഞ്ഞ കാല ജീവിതത്തെ അഡ്രസ് ചെയ്തു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് 10, 11, 12 പടികൾ സ്വീകരിക്കണം. മാറ്റത്തിന് വേണ്ടി അതിലേക്ക് കടക്കണം. പ്രിപ്പറേഷൻ സ്റ്റെപ്സുകൾ കഴിഞ്ഞു. അപ്പൊ 9ാമത്തെ പടിയൊക്കെ ആകുമ്പോ ഏയിൽ ഞാൻ ഒരു ആളായി, പുതിയ വാക്കുകളൊക്കെ പഠിച്ചു, ഇനിയിപ്പം ഇരുന്ന് കുറച്ച് വാചകം അടിച്ചുകൊണ്ട് ഇരുന്നെന്നൊക്കെ പറഞ്ഞ് അലസനായി പോയാൽ ഒരു അംഗം ഇവിടെ ഷെയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ സാവധാനത്തിൽ അലസനാവുകയും പരിഹാരത്തിന് പകരം പ്രശ്നത്തിലേക്ക് തിരികുകയും ചെയ്യുന്നു. അത് പാടില്ല. പ്രവൃത്തിയിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ഞാൻ? എവിടേക്ക് പോകുന്നു? അത് ദിവസേനയുള്ള വിലയിരുത്താൻ, ആത്മീയ സുസ്ഥിതി നേടാൻ വേണം. അപ്പൊ 10ാമത്തെ പടിയുടെ ഒരു പ്രാധാന്യം, നവംബർ മാസം 10ാമത്തെ പടിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ആ മാസം ഒരുപാട് ബ്യൂട്ടിഫുൾ ഷെയറിങ്സ് അതിലുണ്ട്. നവംബർ 1-ാം തീയതി ഈ 11ാമത്തെ പടിയെ കുറിച്ചാണ്. നവംബർ 1. അപ്പോ അത് നവംബർ 1-ാം തീയതി ആ പുസ്തകം എടുക്കുമ്പോഴത്തേക്ക് അതിലൊരു അംഗം, അത് മനോഹരമായ എഡിറ്റിംഗ് കേട്ടോ, കാറ്റിനെ എനിക്ക് മാറ്റാനാവില്ല. അതില് ഒരു അംഗം ഷെയർ ചെയ്തിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും 2 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എൻ്റെ ആദ്യത്തെ സ്പോൺസർ എന്നോട് പറഞ്ഞു. 1, ഞാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. 2, ഞാൻ തുടരേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ ഡെയിലി റിഫ്ലക്ഷനെ കുറിച്ച് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഭാഗമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കൈയും മുഖവും കഴുകി ശുദ്ധമായിട്ട് ഞാൻ ഈ പ്രതിദിന മനനങ്ങൾ എടുത്ത് അന്നത്തെ പ്രതിദിനം മനനം വായിച്ച ദിവസം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ പ്രാർത്ഥനയും ധ്യാനത്തിന്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഞാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ സ്പോൺസർ എന്നോട് നിർദ്ദേശിച്ചപ്പോ, ഈ പുസ്തകം വായിക്കാൻ നിർദ്ദേശിച്ചപ്പോ ഞാൻ തുടങ്ങിയത് മാത്രം പോരാ. ഡിസംബർ 31 ഞാൻ ഈ പുസ്തകം മടക്കി വെക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ സ്പോൺസർ പറഞ്ഞു, താരമില്ല, നിനക്ക് മറവിയൊക്കെ ഉള്ളതല്ലേ, ജനുവരി 1 നാളെ 1 തുടരാൻ പറഞ്ഞു. എന്തായാലും ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ അത് തുടർന്ന് തന്നെ ഇരിക്കുന്നു. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 11ാമത്തെ ആത്മീയ പദ്ധതി. അതിലേക്ക് കൂടുതൽ എത്താൻ നവംബർ മാസത്തെ കാറ്റിനെ എനിക്ക് മാറ്റാനാവില്ല, ഒരു ദൈനംദിന ചിട്ട, നിർദ്ദേശിക്കപ്പെട്ട പടികൾ. ഇപ്പൊ ഡിസംബർ 1 12ാമത്തെ പടിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വരുമ്പോൾ ഡിസംബർ 1 എഴുതിയിരിക്കുന്നത് നമ്മുടെ ഷെയറിങ്ങിന്റെ അവസ്ഥ, നിർദ്ദേശിക്കപ്പെട്ട പടികൾ. എനിക്ക് അതിനെക്കുറിച്ച് അതിൽ എഴുതിയിരിക്കുന്ന 2 കാര്യം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്റ്റെപ്സ് ഒക്കെ സജസ്റ്റഡ് ആണല്ലോ. അപ്പോ 12ാമത്തെ പടി ഈ പടികൾ പരിശീലിച്ചതിന്റെ ഭാഗമായെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ പടികൾ പരിശീലിക്കേണ്ട ആവശ്യമുണ്ടോ, നിർദ്ദേശിക്കപ്പെട്ടതല്ലേ എന്നൊക്കെ ചില അംഗങ്ങൾക്ക് ചില സംശയം വരും. ഞാൻ ഇത്രയും വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ച മറ്റൊരു ഷെയറിംഗ് കണ്ടിട്ടില്ല. എന്റെ 12 പടികൾ ഞാൻ പരിശീലിക്കേണ്ടതാണോ അല്ലേ എന്നുള്ള എന്റെ സംശയത്തെ തൂത്തെറിഞ്ഞു. അതിലൊരു അംഗം ഷെയർ ചെയ്യുന്നത് ഡിസംബർ 1 ഷെയറിംഗ്, പടികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവ മാത്രമാണെന്ന് സ്പോൺസറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്ന ഉത്തരം ഞാൻ ഓർക്കുന്നു. നിങ്ങൾ വിമാനത്തിൽ നിന്ന് ഒരു പാരച്യൂട്ട് കൊണ്ട് ചാടാൻ പോകുമ്പോൾ, അതായത് വിമാനത്തിൽ സഞ്ചരിച്ചപ്പോൾ വിമാനത്തിന് അപകടം വന്നു, പാരച്യൂട്ട് എടുത്ത് കെട്ടി തന്നിട്ട് താഴേക്ക് ചാടി എന്ന് പറഞ്ഞു. കാര്യം ജീവൻ വേണമെങ്കിൽ ചാടിയേ പറ്റൂ. ജീവൻ കിട്ടാൻ വേണ്ടിയാണല്ലോ എയിൽ വന്നത്. വന്നപ്പോൾ ജീവൻ വേണമെങ്കിൽ 12 പടികൾ പരിശീലിക്കാൻ പറഞ്ഞു. അപ്പൊ പരിശീലിക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ എന്റെ അറിവില്ലായ്മ കൊണ്ട് തട്ടി തടഞ്ഞ് നിന്നപ്പോഴാണ് ഈ സ്റ്റൈലിലുള്ള ഒരു മറുപടി. വിമാനത്തിൽ നിന്ന് ഒരു പാരച്യൂട്ട് കൊണ്ട് ചാടാൻ പോകുമ്പോൾ ജീവൻ രക്ഷിക്കാൻ പാരച്യൂട്ട് തുറക്കാനുള്ള ചരട് വലിക്കണമെന്ന് നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. നിർദ്ദേശമാണ്, ഇവിടെ പിടിച്ച് വലിക്കണം, വലിച്ചാലേ പാരച്യൂട്ട് തുറക്കുകയുള്ളൂ. ആ അർത്ഥത്തിലാണ് നിർദ്ദേശിക്കുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് നിർദ്ദേശം മാത്രമാണ്. തുറന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തുറന്നില്ലെങ്കിൽ താഴെ പോയി അടിച്ച് 100 ഞാൻ ചിതറിപ്പോകും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ 12 പടികളും പരിശീലിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട 12 പടികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മുഴുവൻ പ്രോഗ്രാമാണ് എനിക്കുള്ളതെന്ന് ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നു. നോക്കണേ, എന്റെ 12 പടികളിലൂടെ കടന്നു പോകാനുള്ള എന്റെ പ്രതിരോധത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയാണ്. അപ്പോ ഡിസംബർ മാസത്തെ ഏറ്റവും അവസാനത്തെ ദിവസത്തെ
ഞാൻ ആ 12-ാം പടിയുടെ വിവിധ വശങ്ങൾ, 12-ാം പടിയുടെ 3 ഭാഗങ്ങളെ കുറിച്ചും ഒക്കെ ഓരോ അംഗങ്ങളുടെയും ചങ്കി കയറുന്ന ലളിതമായിട്ടുള്ള വിശദീകരണങ്ങൾ ആ മാസത്തെ ഡെയിലി റിഫ്ലക്ഷനിൽ കിടക്കുന്നു. ഡിസംബർ 31-ാം തീയതിയുള്ള ഡെയിലി റിഫ്ലക്ഷൻ അത് വളരെ രസമാണ്. ഈ 24 മണിക്കൂർ നേരത്തെ ജീവിത പദ്ധതി അതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പുതിയ വർഷം, 12 മാസം 52 ആഴ്ച 365 ദിവസം 8760 മണിക്കൂർ 5,25,600 മിനിറ്റ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ പറയുന്നത് പുതുവത്സര തീരുമാനങ്ങൾ ഞാൻ എടുക്കേണ്ടി വരില്ല, ഓരോ ദിവസവും എനിക്ക് പുതുവത്സര ദിനമാക്കാം, ഇന്ന് ഇത് ചെയ്യും, ഇന്ന് അത് ചെയ്യും, ഇന്നത് ചെയ്യും എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയും. ഇത്തിരി കൂടി മെച്ചമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക വഴി, ദൈവേഷ്ടം പിന്തുടരുവാൻ തീരുമാനിക്കുക വഴി, പ്രോഗ്രാമിന്റെ തത്വങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക വഴി എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും എനിക്ക് അളക്കാൻ കഴിയും. ഞാൻ എന്റെ ഷെയറിങ് അവസാനിപ്പിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും എനിക്ക് അളക്കാൻ കഴിയും. ഡിസംബർ 31-നുള്ള ഈ പുസ്തകം അവസാനിക്കുന്ന വാക്കാണ് എനിക്ക് അളക്കാൻ കഴിയും. എന്തോന്ന് അളക്കാൻ കഴിയുമെന്ന്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 7-ാമത്തെ പടിയില് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരിടത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1-ാമത്തെ പടി മാത്രമേ എനിക്ക് പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ കഴിയുള്ളൂ. 2 മുതൽ 12 വരെയുള്ള പടികള് ആൽക്കഹോളിക്സ് അനോണിമസ് അളക്കാൻ വെച്ചിരിക്കുന്ന സ്കെയിലാണ്, അളവ് പോലാണ്. സ്കെയിൽ ആരെ അളക്കാൻ? എന്നെ അളക്കാൻ. എന്താണ് അളക്കുന്നത്? ഞാന് എന്റെ ധാർമ്മിക നിലവാരത്തെ, ഞാൻ ഇന്ന് ആത്മീയമായിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ അളക്കണം. ഞാൻ ഇതുവരെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളെ ഞാൻ ചിന്തിച്ചത് പരിശീലിക്കണം, നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു, പരിശീലിക്കണമെന്നാണ്. ഇപ്പൊ ഒരു പുതിയ വേർഷനും കൂടെ 7-ാമത്തെ പടിയിൽ എഴുതി വെച്ചിരുന്നത് അളവ് പോലാണെന്ന്. ഞാൻ ആത്മീയപരമായിട്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതൊരു കാഴ്ചപ്പാട്. ഞാൻ ഇന്ന് എന്റെ ഷെയറിങ് അവസാനിപ്പിക്കുമ്പോൾ ഈ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഈ പുസ്തകത്തിന്റെ തലക്കെട്ടുകളിൽ വിചിത്രമായിട്ടുള്ള ഒരു വിഷയത്തിനെ മാത്രം ആവർത്തിച്ച് വന്നിരിക്കുന്നു 5 തവണ. അതായത് ഇപ്പൊ ജനുവരി 1-ന് ഞാനൊരു അത്ഭുതം എന്നുള്ള ഒരു തലക്കെട്ട്, ജനുവരി 21 സഹോദര ശുശ്രൂഷ, ഈ പുസ്തകത്തിന്റെ മുകളിൽ ബോൾഡായിട്ട് കറുത്ത കളർ, ഇത്തിരി കട്ടി കൂടിയ കറുത്ത കളറിലാണ് ഈ തലക്കെട്ടുകൾ അടിച്ചിരിക്കുന്നത്. അത്തരം തലക്കെട്ടുകൾ അടിച്ചിരിക്കുന്നതിൽ ഈ പ്രതിദിന മനനത്തില് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് മാത്രം സൂചിപ്പിച്ചുകൊണ്ടുള്ള 5 തലക്കെട്ടുകൾ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അത് മെയ് 9-ന് ഭയത്തിലൂടെ മുന്നേറുക, ജൂൺ 20-ന് ഭയത്തിൽ നിന്നും മോചനം, ജൂൺ 21 ഭയവും വിശ്വാസവും, ജൂലൈ 6 ഭയത്തെ തിരിച്ചറിയുക, സെപ്റ്റംബർ 17 ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം. ഈ ഭയം എന്നുള്ള വാക്ക്, എനിക്ക് സ്വതന്ത്രനാവണമെങ്കിൽ എന്റെ ഭയത്തിൽ നിന്ന് ഞാൻ മോചിതനാവണം. എന്റെ വേണ്ടിയാണ്, എന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ 12 പടികൾ. മെയ് 9 ഭയത്തിലൂടെ മുന്നേറുക, ഭയത്തിൽ നിന്ന് മോചനം, ഭയവും വിശ്വാസവും, ഭയത്തെ തിരിച്ചറിയുക, സെപ്റ്റംബർ 17-ന് ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം. അപ്പോ ഞാൻ എന്തിനു വേണ്ടിയാണോ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത്, അതിനെന്നെ സഹായിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകത്തിലും 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുള്ള ആത്മീയ തത്വങ്ങളെ എന്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ എന്നെ സഹായിക്കാൻ വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഴമക്കാരായിട്ടുള്ള സ്പോൺസർമാര്, അവരുടെ അനുഭവങ്ങൾ എന്റെ ഈ പടികൾ പരിശീലിക്കുന്നതിനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാടിലേക്ക് വരാനും എന്നെ സഹായിക്കാൻ വേണ്ടി അവര് അവര് ഒരു പുസ്തക രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് പ്രതിദിന മനനങ്ങൾ. ഈ പ്രതിദിന മനനങ്ങൾ എന്ത് എന്നുള്ളത് ഇതിലെ പടികളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും ഏയുടെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതാണ് പ്രതിദിന മനനങ്ങൾ. അതെന്തിന്? ഭയത്തിലൂടെ മുന്നേറാൻ, ഭയത്തിൽ നിന്ന് മോചനത്തിന്, ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക്, ഭയത്തെ തിരിച്ചറിയാൻ, ഏറ്റവും അൾട്ടിമേറ്റ്, ഏറ്റവും അവസാനത്തെ ആ പ്രകടനം
ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പ്രതിദിന മനനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഷെയറിംഗ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹലോ, ഷെയറിംഗ് താങ്ക് യു ജോസഫ് ഭായ്, നന്ദി. താങ്ക് യു ഒരുപാട്.